ആരല്ലയോ അതുകൊണ്ട് നിങ്ങളോട് സത്യം പറയാം. लेकिन आप प्रभु की सेवकाई करते हैं, आपसे मैं प्रेम करता हूं, इसलिए सच बोल रहा हूं। എന്റെ പ്രായം 79 और मेरी आयु 69 साल है। 73 ഞാൻ ദൈവത്തിന്റെ ഒക്കെ പറഞ്ഞ് കർത്താവെ ഇനി ഞാൻ തിരിച്ചു നടക്കാൻ പോവാന്ന്. और 73 साल की आयु में जब मैं पहुंचा, मैंने प्रभु से कहा, प्रभु अब मैं उल्टा चलने जा रहा हूं। അപ്പൊ 73, 72, 71, 70 ഇങ്ങനെ തിരിച്ചു കിടക്കുകയാണ്. और 73, फिर 72, 71, 70, इस प्रकार से मेरी आयु कम होने लगी। ഞാനിതൊരു പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. और मैं आपको कुछ बातें सिखाना चाह रहा हूं। എനിക്ക് പഠിപ്പിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള യോഗ്യതയുണ്ട്. और मुझे आपको सिखाने का अधिकार भी है और वो योग्यता भी है, കാരണം ഞാൻ 10ാം ക്ലാസ് പാസ്സായതാണ്. क्योंकि मैं 10वीं क्लास पास हूं। അന്നേരം പഠിപ്പിക്കാനുള്ള കഴിവുണ്ടല്ലോ. और इसीलिए पढ़ाने की क्षमता है मेरे पास। നിങ്ങൾ മനസ്സിനകത്ത് എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും. അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. आपके मन में जो आप सोचते हैं वही आप बनते हो। यदि आप नकारात्मक रीति से सोचोगे तो नकारात्मक आप बनोगे, इसलिए एक सकारात्मक भावना से आप बातों को सोचिए। കൊറോണ നെഗറ്റീവ്, ബാക്കി ചിന്തിക്കുന്നതിനകത്ത് പോസിറ്റീവ്. और कोरोना नकारात्मक है, लेकिन आपके मन की सोच सकारात्मक होनी चाहिए। ഞാൻ യൗവനക്കാരനാണ്, मैं जवान हूं എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, और मेरी अच्छी बुद्धि है। ഞാൻ നല്ലപോലെ സുവിശേഷം പറയും, मैं अच्छी रीति से सुसमाचार बांटता हूं, ഞാൻ ആത്മാക്കളെ നേടും. और मैं आत्माओं को प्रभु के लिए जीतूंगा। നിങ്ങൾ ചിന്തിക്കണം, आप सोचना, ചിന്തിക്കുന്നത് പറയണം. और जो आपके मन में आप सोच रहे हो आपको मुंह से अंगीकार करना है। നിങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യം, ഓ എന്നെ കൊണ്ട് കഴിവില്ല, ഓ ഇത് കൊറോണയുടെ കാലം, ഇവിടെ നെഗറ്റീവായിട്ട് വരരുത് വരരുത് വരരുത്. आपके मुंह से कोई भी नकारात्मक बात नहीं निकलना है कि कोरोना का समय है, महामारी का समय है, मुझसे नहीं हो पाएगा। ऐसी नकारात्मक भाषा का इस्तेमाल कभी न करें। രണ്ടാമത്തെ കാര്യം, दूसरी बात, കൊറോണ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, എങ്ങാണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. और कोरोना इधर उधर है ऐसा कोई कह रहा है, ഞാൻ ഇതുവരെ കണ്ടില്ല. मैंने अभी तक उसे नहीं देखा। ഞാൻ കൊറോണ പേഷ്യന്റിനെ പോലും ഇതുവരെ കണ്ടിട്ടില്ല. मैं कोरोना के मरीज को भी मैंने नहीं देखा। കൊറോണയുടെ കാലത്ത് നിങ്ങൾ ചെയ്യേണ്ട 3-4 കാര്യങ്ങൾ പറയാൻ പോവാണ്. और कोरोना के इस दौर में आपको 3-4 चीजें करनी है, वो मैं बताना चाहूंगा। നിങ്ങളുടെ ആഹാരം നിങ്ങൾ കൺട്രോൾ ചെയ്യണം. आपका भोजन आपको नियंत्रित करना है, കഴിക്കേണ്ടത് കഴിക്കണം, കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കരുത്. और जो खाने योग्य है वो खाना है, और जो नहीं खाने को कहा गया है उसे नहीं खाना है। വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കാമെങ്കിൽ മധ്യപ്രദേശ് പൊങ്ങി 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 വരും. और यदि आप वैसे ही घर में बैठकर सुबह से शाम तक खाना ही खाते रहेंगे, आपका मध्य प्रदेश उभरने लग जाएगा। എന്നാൽ കഴിക്കേണ്ട 2-3 കാര്യങ്ങൾ പറയാൻ പോവാണ്. लेकिन खाने के योग्य 2-3 बातें मैं बताऊं। നെല്ലിക്ക ഉണ്ട ശർക്കരയും കൂടെ ചേർത്തിട്ട് കഴിക്കണം. आंवला और गुड़ ये दोनों मिलाकर खाना। അതിന്റെ അരി എടുത്ത് കളഞ്ഞും വെച്ച് മിക്സിക്കകത്തിട്ട് അടിച്ചാലും കുഴപ്പമില്ല, നല്ലതാണെന്നിട്ട് അതുപോലെ അങ്ങ് കുടിക്കണം. और उसका बीज हटाकर मिक्सी में डालकर उसको पीस कर आप उसका जूस बना के पी लेना। ഇത് വൈറ്റമിൻ സി ആണ്. और इसमें विटामिन सी है। അടുത്ത ദിവസം നിങ്ങൾ ചെറുനാരങ്ങയും ഉണ്ട ശർക്കരയും കൂടെ കഴിക്കണം, ഇതുപോലെ മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട്. और इसी प्रकार से आप जो नींबू आता है और गुड़ है, इसको भी मिलाकर मिक्सी में पीस करके पीना है। അതിന്റെ തൊലിയൂടെ അകത്തി ചെല്ലണം. उसका छिलका भी आपके अंदर जाना है। മൂന്നാമത്തെ ദിവസം ഇഞ്ചിയും ഉണ്ട ശർക്കരയും കൂടെ കഴിക്കണം. और तीसरे दिन अदरक और गुड़ ये दोनों मिलाकर पीना है। അടുത്ത ദിവസം ചില തൈരും ഉണ്ട ശർക്കരയോ തേനും കൂടെ ചേർത്തിട്ട് കഴിക്കണം. और चौथे दिन दही और उसके अंदर गुड़ या शहद मिलाकर आपको खाना है। ഇത് ഞാൻ പറഞ്ഞതല്ല, ये मैंने नहीं कहा, ഇത് സയന്റിസ്റ്റുമാര് പറഞ്ഞത് ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞു തരികയാണ്. और कुछ वैज्ञानिक लोगों ने जो बोला वो मैं आपको बता के दे रहा हूं। പിന്നെ കൊറോണ വരാതിരിക്കാൻ ഒരു ഹോമിയോ മരുന്നുണ്ട്. കേരളത്തിലെല്ലാം ഹോമിയോ ആശുപത്രിയിലെല്ലാം ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. और कोरोना में आप प्रभावित न हो सके इसके लिए एक होमियो दवाई है जो केरल में लोगों को दिया जा रहा है।
ആർക്കെങ്കിലും അതിന്റെ പേരറിയാൻ വയ്യായെങ്കിൽ പാസ്റ്റർ രാജ്മോഹന്റെ ഒക്കെ ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം കഴിക്കുന്നുണ്ട്. നിങ്ങളും കഴിച്ചാൽ ഈ രോഗം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. और यदि आपको उसका नाम जानना है तो आप पास्टर राजमोहन से पूछ लेना, मैंने उनको बताया है और वो भी उसका सेवन कर रहे हैं. यदि आप उसका सेवन करेंगे तो ये बीमारी से बचे रहोगे. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु आपको आशीषित करने पाए. ഒരു ഫലിതം പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കാൻ പോവാണ്. और एक चुटकुला बोलकर मैं प्रचार में आगे बढ़ूं. ചിലർക്കൊന്നും ഫലിതം ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള ഒരു ചെവിക്കകത്ത് വിരലിട്ടോ ബാക്കിയുള്ളവർ. और कुछ लोगों को मजाक सुनना पसंद नहीं है, आप आपके कानों को बंद कर सकते हैं, बाकी लोग सुनिए. എന്റെ 389 ഫലിതം. और मेरे पास 389 चुटकुले हैं. ലില്ലി എത്രാമത്തെ ഫലിതം പറയണം? ഓക്കെ 238. ജോക്ക് നമ്പർ 238. और 238वां नंबर चुटकुला मैं सुनाने जा रहा हूं. ഒരു ചെറുക്കനും ഒരു കുടുംബത്തിലെ സായിപ്പിന്റെ കുടുംബത്തിൽ എല്ലാരും കൂടെ ആഹാരം കഴിക്കാനിരുന്നു. और एक जवान और एक पूरे परिवार के साथ में, अंग्रेजी परिवार के साथ में भोजन करने बैठा. അന്നേരം ആ കൊച്ചന് 8 വയസ്സുള്ള കൊച്ചൻ അപ്പച്ചനെ ചോദിച്ചു, ഡാഡി ഈച്ച കഴിക്കുന്നത് ശരിയാണോ? और 8 साल उम्र का वो बालक अपने पिता से पूछा, क्या मक्खी को खाना सही है? അപ്പൻ പറഞ്ഞു, എന്തോ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്, ഇങ്ങനെ പറയരുത്. और पिताजी बोले, अरे खाना खाते समय ऐसी क्या बात कर, ऐसा नहीं बोलना चाहिए. खाना കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ, खाना खाने के बाद बोलना. खाना കഴിച്ചു കഴിയുമ്പോൾ ചോദിച്ചു, മോനെ നീ എന്തുവായിരുന്നു അന്നേരം പറഞ്ഞത്? और खाना खाने के बाद में पिताजी ने बेटे से पूछा, बेटे तूने क्या बोला था उस समय? മോൻ പറഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. उसने कहा, अब बोलने से कोई फायदा नहीं है. ഡാഡിയുടെ സൂപ്പിനകത്ത് ഒരു ഈച്ച ഉണ്ടായിരുന്നു, ഡാഡി എന്തായാലും വിഴുകിയില്ല, ഇനിയും പറഞ്ഞിട്ടെന്തോ പ്രയോജനം. और डैडी के सूप में एक मक्खी गिरी हुई थी, आपको मैंने बोला पर उस समय आपने उसको पी लिया, अब बोलने से कोई मतलब नहीं है. നമ്മളെല്ലാരും നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നതും കേൾക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. और मेरे कहने का अर्थ ये है कि कभी आपके बच्चे जब आपको टोकते हैं, उन बातों को आपको ध्यान से सुनना है. ജൂനിയർ പാസ്റ്റർ പറയുന്നതോട് കേൾക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. और कहने का अर्थ है कि जो जूनियर पास्टर है वो भी बोले, वो भी आपको सुनना है. നമുക്ക് 3 മണി വരെ ആ മീറ്റിംഗ് എന്നാ പറയുന്നത് കേട്ടെ, അതുകൊണ്ട് ഇച്ചിരി നീട്ടി പ്രസംഗിക്കാൻ പോവാണ്. और 3 बजे तक मीटिंग चलेगी ऐसा बोला गया है, इसलिए मैं थोड़ा लंबा प्रचार करूं. അതും ഫലിതമാകട്ടെ, ആരും പേടിക്കരുത്, ഞാൻ സമയത്തിന് നിർത്തുന്നതായിരിക്കും. वो भी चुटकुला, घबराना मत, मैं समय में बंद करूंगा. ഇവിടെ ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നീട്ടി 1 മണിക്കൂർ പ്രസംഗിക്കാനുള്ള പ്രസംഗമൊക്കെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. और अनुवाद है, मुझे ध्यान नहीं था, इसलिए लगभग 1 घंटे का लंबा संदेश में तैयार करके आया हूं. നമ്മളെല്ലാവരും നമ്മുടെ ശുശ്രൂഷയിൽ പലവിധത്തിലുള്ള എതിർപ്പുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരും. और हम सब हमारी सेवकाई में कई प्रकार का विरोध, कई प्रकार की चुनौतियां हमारे सामने आएगी. ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പണം കാണത്തില്ല, അത് ഒരു എതിർപ്പാണ്, പിശാചിന്റെ എതിർപ്പാണ്. हो सकता है कभी कभी आपके पास में धन नहीं होगा, आर्थिक क्षेत्र में तंगी होगी, वह भी शैतान का एक हमला है. ചിലപ്പോൾ കലേശയ്ക്കകത്ത് തന്നെ ചിലപ്പോൾ ഒരു ഭിന്നതയൊക്കെ വന്നെന്ന് വരും, അതും പിശാചിന്റെ ഒരു വേലയാണ്. और कभी कभी कलीसिया के अंदर भी भिन्नता का माहौल हो जाता है, वह भी शैतान की कार्य योजना है. ചിലപ്പോൾ നമ്മൾ നിരാശ, കാരണം ഒന്നുമില്ലാതെ അങ്ങ് നിരാശരാകും, ഇത് കളഞ്ഞു വെച്ചങ്ങ് വീട്ടിൽ പോകാം, വേറെ ജോലി നോക്കാമെന്ന് വിചാരിക്കും. और कभी कभी हम बिना किसी कार्य के हम निराश हो जाते हैं और निराशा से हमें लगता है अब हम ये सब बंद करके घर चले जाए. പലരും സുവിശേഷ വേലയിലായിരിക്കുന്നത് വേറെ ജോലി കിട്ടാത്തത് കൊണ്ടാണ്. और बहुत सारे लोग सेवकाई में इसलिए पहुंचे क्योंकि उन्हें और कोई नौकरी नहीं मिली. ഞാൻ ആ കൂട്ടത്തിലാണ്. मैं उस समूह में नहीं. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സുവിശേഷ വേല വിട്ടുമിച്ച് പോയ വേറെ എന്തോ ജോലി കിട്ടും. और 10वीं तक मैं पढ़ा लिखा हूं, अगर सेवकाई छोड़ूंगा तो और क्या काम मुझे मिलेगा. അപ്പൊ ചിലപ്പോൾ നിരാശ വരും, നമുക്ക് വിട്ടുമിച്ച് പോകാം, പക്ഷെ പോകാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് തുടരുകയാണ്. और कभी कभी हम निराश हो जाएंगे, लेकिन और कोई रास्ता नहीं है, इसलिए हम इसी में आगे बढ़ते हैं. ചിലപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഒരു വഴക്കുണ്ടാവും, ഞായറാഴ്ച പ്രസംഗിക്കാൻ പ്രയാസമാകും. और कभी कभी शनिवार रात पति पत्नी में लड़ाई हो जाएगी, अब रविवार को कैसे प्रचार करें. ഞാൻ സത്യമല്ലേ പറഞ്ഞു, വഴക്കുണ്ടാവുന്നത് ശനിയാഴ്ച വൈകിട്ടല്ലേ അധികവും. मैं सच ही तो बोल रहा हूं ना, अधिकांश लड़ाइयां सेवकों के घर में कब होती है? शनिवार की रात को. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന തടങ്കൽപ്പാറകളാണ്. और ये सारे मेरे और आपके जीवन में हमें रोकने वाले पत्थर के समान है. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, എങ്ങനെയാണ് തടസ്സത്തെ നോക്കി നിൽക്കാതെ മുമ്പോട്ട് ഓടി വിജയിയായിത്തീരും. और आज रात जो मैं आपको सिखाना चाहता हूं कि आपके सामने आने वाली चुनौतियों को कैसे नजरअंदाज करके उसको सामना करके आप आगे जय की ओर बढ़ सके.
വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. और वचन में आगे बढ़ने से पहले एक उदाहरण बोलना चाहूंगा, ഒരു ഉപദേശം തരാൻ ആഗ്രഹിക്കുകയാണ്. एक बात आपको मैं सिखाना चाहूंगा. നിങ്ങൾ എല്ലാ ദിവസവും നല്ല ഒരു പ്രസംഗം കേൾക്കണം. हर रोज आपको एक अच्छा संदेश सुनना है. ഞാൻ 5 മണിക്ക് രാവിലെ എഴുന്നേക്കും. मैं सुबह 5 बजे उठता हूं. ഇന്നും 4:30 എഴുന്നേറ്റു. आज भी 4:30 बजे उठा 5 മണിക്ക് എൻ്റെ അലാറം വെച്ചിരിക്കണം. 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. और 5 बजे का मेरा अलार्म है कि उठकर प्रार्थना करने के लिए. അരമണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. आधा घंटा अन्य भाषा में प्रार्थना करता हूं. എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കും. और उसके बाद कुछ अन्य विषयों के लिए प्रार्थना करता हूं. എൻ്റെ ഫാമിലിക്കായിട്ട് പ്രാർത്ഥിക്കും. मेरे परिवार के लिए प्रार्थना करता हूं. എനിക്ക് 3 വിധത്തിലുള്ള ഫാമിലി ഉണ്ട്. 3 प्रकार का परिवार है मेरे पास. നമ്പർ 1, पहला, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിലുള്ളവരേക്കല്ല. मेरे माता और मेरे पिता के परिवार से जुड़े हुए लोग. 2, എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാവരും. और दूसरा, मेरी पत्नी के माता पिता उनके परिवार से जुड़े हुए लोग. 3, എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ. और तीसरा, मेरी पत्नी और मेरे बच्चे. അവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. उनके लिए मैं प्रार्थना करता हूं. ഓർക്കുന്നവരുടെ പേരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. और जिन जिनका नाम याद आता है उनका नाम लेकर मैं प्रार्थना करता हूं. എൻ്റെ മക്കളുടെ എല്ലാം ഫോട്ടോ ഭിത്തിയിലുണ്ട്. और मेरे बच्चों का फोटो घर में दीवार में लगा रखा है. ഓരോരുത്തരുടെയും ഫോട്ടോ നോക്കി പ്രാർത്ഥിക്കും. और एक एक के फोटो को देखकर मैं प्रार्थना करता हूं. ചിലപ്പോൾ ചെന്ന് അതേ കൈവച്ച് പ്രാർത്ഥിക്കും. और कभी कभी उस पर जाकर हाथ लगाकर प्रार्थना करता हूं. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയും, मैं कहता हूं, കർത്താവേ, ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ, അതായത് എൻ്റെ ലില്ലിയുടെ എൻ്റെ മക്കളുടെ കുടുംബത്തിൽ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 75 സുവിശേഷ വേലക്കാരുണ്ട്. और मेरी पत्नी के और मेरे बच्चों के, हम सबके परिवारों के उसमें मिलकर लगभग 75 सेवक है लोग हैं. ഞാൻ മരിക്കുന്ന സമയത്ത് 500 പേരെ കാണാൻ ആഗ്രഹിക്കുകയാണ്. और मेरी इच्छा है कि प्रभु मेरी मृत्यु होने से पहले 500 सेवकों को मेरे परिवार में, मेरे घराने में देखना चाहता हूं. ഇതിനകത്തുനിന്ന് 12 അപ്പോസ്തലന്മാരെ കാണാൻ ആഗ്രഹിക്കുക. और उसमें से 12 प्रेरितों को मैं देखना चाहता हूं. പ്രാർത്ഥിച്ച് അവിടെ ഇട്ടിരിക്കുകയാണ്. प्रार्थना करके मैंने वो रखा है वहां. കിട്ടിയാൽ ഒരു ആന, പോയാൽ ഒരു ചേന. अगर मिल गया तो एक हाथी और चला गया तो कोई बात नहीं. गया तो एक नींबू, या मिल गया तो एक हाथी. हाथी. ഞാൻ പ്രാർത്ഥിക്കാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പഠിച്ചവനാണ്. मैंने विश्वास से प्रार्थना करना सीखा है. യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ സക്കറിയാവ് ഒരു ദിവസം ധൂപം കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. और यूहन्ना बपतिस्मा देने वाले का पिता जकरिया जब धूप चढ़ा रहा था, അന്നേരം ആ ഒരു ദൈവദൂതൻ വന്ന് വലത്തുവശത്ത് നിന്നു. और उसके दाहिनी ओर हम देखते हैं एक स्वर्गदूत आकर खड़ा हो गया. ദൈവം ഇടത്തുവശത്തല്ല വരുന്നത്, വലത്തുവശത്താണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാൻ വരികയാണ്. आप देखिए वो बाईं ओर नहीं लेकिन दाईं ओर आया उसको आशीष देने के लिए. എന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്ന് പറഞ്ഞു. और कहा कि तेरी प्रार्थना का उत्तर मिल गया है. എന്നാ അയാൾ ഒരു കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചേ? कब उसने एक बेटे के लिए प्रार्थना किया? ആ വർഷത്തിൽ പ്രാർത്ഥിച്ചില്ല. उस साल प्रार्थना नहीं की. 5 വർഷത്തിന് മുമ്പേയും പ്രാർത്ഥിച്ചില്ല. 5 साल पहले भी प्रार्थना नहीं की. 50-60 വർഷത്തിന് മുമ്പ് പ്രാർത്ഥിച്ചതിന്റെ മറുപടി ഇപ്പൊ കിട്ടി. 50-60 साल पहले प्रार्थना की उस प्रार्थना का उत्तर उस समय उससे मिला. അപ്പൊ പ്രാർത്ഥിച്ച് കുറച്ച് ഇട്ടേക്കണം, എന്തെങ്കിലും മറുപടി കിട്ടും. നിന്റെ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നിന്റെ മക്കളുടെ സമയത്ത് കിട്ടും. प्रार्थना करके कुछ विषयों को आप वैसे ही डाल दो. अगर आपके जीवन काल में उत्तर नहीं मिला तो आपके बच्चों के जीवन काल में उनका उत्तर निश्चय मिलेगा. ഞാൻ 10 ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. मैं 10 प्रभु के दासों के लिए प्रार्थना करता हूं. എന്റെ ഫോണിനകത്തുള്ള ലിസ്റ്റ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഞാൻ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. और मेरे फोन में से 10 सेवकों के नाम निकालता हूं, उनके लिए प्रार्थना करता हूं. കാര്യമായിട്ട് പ്രാർത്ഥിക്കും. और अच्छी तरह से प्रार्थना करता हूं. അതിനൊരു കാരണമുണ്ട്. उसका एक कारण है. എന്നെ ദൈവം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10-30 വർഷത്തിന് മുമ്പ് ഈ സത്യം പഠിപ്പിച്ചു. और लगभग 30 साल पहले प्रभु ने यह सच्चाई मुझे सिखाई. അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹിച്ചാൽ ദൈവം അനുഗ്രഹിക്കും. आशीष पाए हुए लोगों को आप आशीष की प्रार्थना करोगे तो परमेश्वर आपको भी आशीषित करेगा. എവിടെയാ എഴുതിയിരിക്കുന്നേ? कहां लिखा है? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ.
उत्पत्ति 12 उसका 1-2 पदों में आप इन बातों को देख सकते हैं। രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, और दूसरे पद में कहा गया है, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് 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 അനുഗ്രഹമാക്കി തീർത്തു. और वहां लिखा है कि मैं तुझे आशीष करके मैं तुझे बढ़ाऊंगा, तेरे नाम को महान करूंगा। നീ അനുഗ്രഹമായി കഴിയുമ്പോൾ, और जब तू आशीष में रहेगा, ആശിഷ് ബെന്നിക്ക് ബാദ്, അനുഗ്രഹമായി കഴിയുമ്പോൾ നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവനെ അനുഗ്രഹിച്ചവനെ ഒടേ തമ്പുരാൻ അനുഗ്രഹിക്കും. और वहां लिखा है कि तू आशीष का मूल होगा, जो तुझे आशीर्वाद दे उन्हें मैं आशीष दूंगा। ഇതെന്നാ പഠിപ്പിച്ചതെന്നറിയാമോ? यह कब सिखाया? ഞാൻ പട്ടിണി കിടക്കുന്ന കാലം. जब मैं भूखा रहता था, അന്ന് എന്റെ ബനിയന് 6 ഇഴുത്തേ ഉണ്ടായിരുന്നു. और उन दिनों में मेरे बनियन में 6 छिद्र थे। ചാക്ക് പൊതച്ചാ കിടന്നുകൊണ്ടിരുന്നത്. बोरी ओढ़कर मैं सोया करता था। എന്റെ മോൻ ബോധമില്ലാതെ, ആഹാരമില്ലാതെ, ബോധം കെട്ടി കിടക്കുന്നത് ഞാൻ 3 പ്രാവശ്യം കണ്ടു. और मेरा बच्चा भूख से बेसुध होते हुए मैंने 3 बार देखा। ഒരു സൈക്കിള് പോലും ഇല്ല. एक साइकिल भी नहीं। എന്റെ പാന്റ് കീറി ഷർട്ടിന്റെ നിറം പോയി. और मेरा पैंट फट गया, शर्ट का रंग उड़ गया। അന്നേരമാണ് ഞാൻ ഡൽഹി വന്നത്. और ऐसे समय में मैं दिल्ली में आया। 1900 സുശേഷവേലയ്ക്ക് ഇറങ്ങിയിട്ട് 2 വർഷം. और उस समय सुसमाचार में निकले हुए केवल 2 साल हुए थे। ഞാൻ ഡൽഹി വന്നപ്പോഴാ കണ്ട ഇവിടെ ഒരു പിള്ളേച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. और जब मैं दिल्ली में आया, एक प्रभु के दास से मुलाकात हुई, पिल्ले साहब, पास पिल्ले। 3 നില കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. 3 मंजिला इमारत में वे रह रहे। ഞാൻ പറഞ്ഞ കർത്താവേ, ഞാൻ ഒരു മുറിയില്ല, കണ്ടില്ല ഇത് 3 നില കെട്ടിടം, ദൈവം ഇയാളെ വെറുതെ വിടല്ലേ, പിടിച്ചു വെച്ചൊന്ന് ഒരയ്ക്കണേ. और मैंने कहा प्रभु मेरे पास में तो रहने के लिए कमरा नहीं, ये 3 मंजिला इमारत में रह रहे, आप इनको वैसे छोड़ना मत, थोड़ा आप इनको स्पर्श करना। അതിന്റെ 5ാമത്തെ കെട്ടിടം പാസ്റ്റർ KT തോമസിന്റെ. और वहां से 5वां जो इमारत पास्टर KT थॉमस का था। അവിടെ ചെന്നപ്പോഴാണ് എയർ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. वहां जाके देखा कि एयर कंडीशन में बैठे हुए हैं। ഇവിടെ ഒരു ഫാൻ പോലും ഇല്ല, അദ്ദേഹത്തിന് എയർ കണ്ടീഷൻ. मेरे पास पंखा भी नहीं है और उनके पास में एयर कंडीशनर। ഞാൻ വിചാരിച്ചു ഇയാളെ ഒന്ന് ഒരയ്ക്കണേ എന്ന് വിചാരിച്ചു. मैंने कहा इनको भी जरा स्पर्श करना है। ഉറക്കം വേറെ ആരോടും പറഞ്ഞില്ല, എന്റെ മനസ്സിൽ പറഞ്ഞു. किसी और से बोला नहीं, मन में बोला। പിന്നെ അതിനപ്പുറത്ത് വേറൊരു ദേവദാസനെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ പേര് PN കുര്യൻ, ആൾ ഇന്ത്യ പ്രയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പ്. उसके बाद में अगले एक प्रभु के दास से मुलाकात हुई, पास्टर PN कुरियन, जो वहीं पर रहते हैं। അവിടെ ചെന്നപ്പോഴാണ് ഒരു വലിയ നീളമുള്ള കാറ്. और वहां पर देखा बड़ी लंबी चौड़ी कार खड़ी है। ഒരിടത്തുനിന്ന് അങ്ങേ അറ്റം വരെ നോക്കണമെങ്കിൽ 5-6 മണിക്കൂർ എടുക്കും. और एक छोर से दूसरे छोर तक देखना तो 4-5 घंटा लग जाएगा, ऐसी लंबी गाड़ी। എനിക്ക് സൈക്കിൾ പോലും ഇല്ല, അദ്ദേഹത്തിന് കാറ്. मेरे पास में साइकिल भी नहीं है, उनके पास में कार है। അവിടെ ഞാൻ കാര്യമായിട്ടൊന്ന് മനസ്സിൽ ചിന്തിച്ചു. और वहां भी मैंने मन में जरा सोचा। അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറ്റാർസി പോയി. और उसके बाद में मैं इटारसी गया। അവിടെ ഒരു ദൈവദാസൻ പ്രസംഗിയായിരുന്നു, മാങ്ങാനം ജോസഫ്. और वहां पर एक प्रभु के दास जिनका नाम पास्टर मांगानम जोसेफ। അദ്ദേഹം ഒത്തിരി പ്രസംഗിച്ച് ഞാൻ ഒരു വാചകം കേട്ടു. और उन्होंने बहुत प्रचार किया, लेकिन मैंने एक वचन को पकड़ लिया। അനുഭവിക്കാൻ യോഗമില്ലെങ്കിലും കണ്ട് സന്തോഷിക്കാനുള്ള യോഗം. और अनुभव करने का आपको यदि लाभ नहीं मिल पाए तो कम से कम देखकर आप उसका लाभ उठा लो, उसका आनंद उठा लो। അതിന്റെ സൗഭാഗ്യമെങ്കിലും നിനക്കുണ്ടാകും. कम से कम देखने की आशीष तुझे मिल जाए, वो बहुत। അദ്ദേഹം ഒരിക്കലേ പറഞ്ഞുള്ളൂ, ഞാൻ 1000 പ്രാവശ്യം കേട്ടു. उन्होंने एक ही बार बोला, मैंने 1000 बार देखा। ഞാൻ തിരിച്ച് ദില്ലി വന്നു. मैं वापस दिल्ली आया പിള്ളേച്ചന്റെ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്നു. और प्रभु के दास पास पिल्ले के उस भवन के सामने खड़ा रहा। അന്നേരം അറിഞ്ഞ അദ്ദേഹം 50 ഏക്കർ ഭൂമി ഇവിടെ വാങ്ങിച്ചത്. तब मुझे मालूम पड़ा कि उन्होंने 50 एकड़ जमीन भी खरीदी है। ഞാൻ അവിടെ പോയി. मैं भी वहां गया। അന്ന് അവിടെ ഒരു കെട്ടിടവും ഇല്ല. वहां कोई भवन नहीं। ഞാൻ അവിടെ നിന്നുകൊണ്ട് മുഴുവൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് നിറച്ച് വലിയ വലിയ കെട്ടിടങ്ങളാവട്ടെ. और मैं उस स्थान को जाकर देख के मैं प्रार्थना कर रहा, प्रभु यहाँ बड़ी बड़ी इमारतें बनने पाए। പാസ്റ്റർ KT തോമസിന്റെ വീടിന്റെ അവിടെ പോയി. पास्टर KT थॉमस के घर के वहां गया। എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇദ്ദേഹത്തിന് ഒരു എയർ കണ്ടീഷനേ ഉള്ളല്ലോ, 2-3 എണ്ണം കൂടെ കൊടുക്കണേ, സിറ്റിംഗ് റൂമിനകത്തൂടെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. और मैंने कहा प्रभु इनके घर पे एक एयर कंडीशनर है, और भी एयर कंडीशनर इनको दीजिए, सिटिंग रूम में भी एयर कंडीशनर लगने पाए। PN കുര്യന്റെ വീട്ടിൽ പോയി. और PN कुरियन के घर गया। കർത്താവേ ഇദ്ദേഹത്തിന്റെ ഈ കാർ നീളമുള്ളതാണേലും പഴയതാ, ഒരു പുതിയ കാർ കൊടുക്കണേ എന്ന് പറഞ്ഞു. और मैंने कहा कार लंबी चौड़ी है लेकिन पुरानी है, प्रभु आप इन्हें एक नई गाड़ी दीजिए। ഞാൻ അവരെ അനുഗ്രഹിച്ചു.
मैंने उन पर आशीष देकर प्रार्थना किया। പിന്നീട് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ വാക്യം കണ്ടത്. और उसके बाद जब मैं घर गया तब मैंने इस वचन को वहां पाया। നീ അനുഗ്രഹമായി കഴിയുമ്പോൾ നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ, മലയാളി അനുഗ്രഹിച്ചാൽ, ഹിന്ദിക്കാരൻ അനുഗ്രഹിച്ചാൽ, പഞ്ചാബി അനുഗ്രഹിച്ചാൽ, സിന്ധി അനുഗ്രഹിച്ചാൽ, നേപ്പാളി അനുഗ്രഹിച്ചാൽ, ആരെങ്കിലും നിന്നെ അനുഗ്രഹിച്ചാൽ, അനുഗ്രഹമായി കഴിഞ്ഞവനെ അനുഗ്രഹിച്ചാൽ ഒടേ തമ്പുരാൻ അവനെ അനുഗ്രഹിക്കും. और यदि तू आशीष का मूल बन जाए, उसके बाद जो भी तुझे आशीष दे के प्रार्थना करे, चाहे वो पंजाबी हो, चाहे मलयाली हो, चाहे सिंधी हो, कोई भी भाषा वाला क्यों ना हो, यदि तू एक आशीषित व्यक्ति को आशीष करके प्रार्थना करेगा, सर्वशक्तिमान परमेश्वर तुझे आशीषित कर देगा। ഞാൻ പോകുന്നിടത്ത് കാണുന്ന ക്രിസ്ത്യാനികളെ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കാൻ തുടങ്ങി. और मैं जहां जहां जाता जो भी आशीषित मसीह लोग मिलते उनको मैं आशीष की प्रार्थना उन पर करने लगा। ഞാൻ പഞ്ചാബിലോട്ട് സ്ഥലം മാറി, കാശ്മീരിൽ നിന്ന്. और मैं कश्मीर से पंजाब की ओर गया। അവിടെ വന്നപ്പോഴാണ് അവിടെ ജേക്കബ് ജോൺ എന്ന് പറഞ്ഞൊരു IPCയിലെ പാസ്റ്റർ ഉണ്ട്. और वहां पर प्रभु की दास पास्टर जेकब जॉन जो IPC में सेवा करते उनसे मुलाकात हुई। അദ്ദേഹം ഒരു ചെറിയ തുണ്ട് ഭൂമി വാങ്ങിച്ചു. और उन्होंने छोटा सा एक जमीन का टुकड़ा लिया। ഞാൻ അതിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. और मैं भी जब वहां से निकलता उन पर आशीष बोलकर प्रार्थना करता, കർത്താവേ ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ ഭൂമി കൊടുക്കണമേ, प्रभु आप इन्हें और जमीन दीजिए, കർത്താവേ ഇദ്ദേഹത്തിന്റെ കെട്ടിടം കൊടുക്കണമേ, प्रभु जी आप इन्हें भवन प्रदान कीजिए। ഞാൻ അദ്ദേഹം അതിൽ കൂടെ പോകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും. और जब भी उस रास्ते से निकलता मैं उनको आशीष की प्रार्थना करता। അങ്ങനെ പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒടേ തമ്പുരാൻ എനിക്ക് 100 അടി നീളം 100 അടി വീതിയുള്ള ഒരു തുണ്ട് ഭൂമി തന്നു. और जब मैंने इस प्रकार से प्रार्थना की, प्रभु ने 100 बाय 100 की जमीन मुझे दिया। പിന്നെ കുറച്ചുകൂടെ തന്നു, फिर थोड़ा और दिया, പിന്നെ കുറച്ചുകൂടെ തന്നു, फिर थोड़ा और दिया, പിന്നെ കുറച്ചുകൂടെ തന്നു. फिर थोड़ा और दिया। ഇപ്പൊ അവിടെ 5 ഏക്കർ ഭൂമിയുണ്ട്. और अभी वहां पे लगभग 5 एकड़ जमीन है। ജേക്കബ് ജോണിനുള്ളതിനേക്കാൾ കൂടുതൽ തന്നു. और जेकब जॉन पास्टर के पास जो उससे ज्यादा प्रभु ने दिया। ദൈവം വണ്ടി തന്നു. प्रभु ने गाड़ी दिया, എനിക്കൊരു വണ്ടി തന്നു. मुझे भी गाड़ी दिया। അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹിച്ചപ്പോൾ ഒടേ തമ്പുരാൻ എന്നെ കാരണം ഇത് വേദപുസ്തകത്തിൽ പറഞ്ഞതിന് മാറ്റമില്ല. एक आशीषित व्यक्ति पर आप आशीष की प्रार्थना करोगे, सर्वशक्तिमान आपको आशीषित करेगा, क्योंकि ये वचन की प्रतिज्ञा है। പിന്നെ ഞാൻ ഡൽഹിയിലോട്ട് സ്ഥലം മാറി. उसके बाद मैं वहां से दिल्ली में आया। സ്ഥലം മാറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു. और दिल्ली में आकर मैंने एक फ्लैट लिया। എന്റെ അല്ല കേട്ടോ, मेरा नहीं। ഈ താമസിക്കുന്ന കെട്ടിടവും എന്റെ അല്ല. जिस भवन में मैं रह रहा हूं वो भी मेरा नहीं है। എനിക്ക് ഭൂമിയും ഇല്ല, കെട്ടിടവും ഇല്ല. मेरे पास न तो जमीन है न भवन है। എന്റെ സംഘടനയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. और मेरी संस्था के लिए मैंने ये सब किया। വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കയറി ചെന്നപ്പോഴാണ് എയർ കണ്ടീഷൻ ഇരിക്കുന്നു. और जब खरीद कर जब मैं उसके अंदर घुसा तो मैंने देखा वहां एयर कंडीशनर लगा। ഞാൻ വലിയൊരു തത്വം പഠിപ്പിക്കുകയാണ്. मैं एक बड़ी बात आपको सिखा रहा हूं। നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. आप इन बातों को जानते होंगे, എങ്കിലും പലരും ഇതങ്ങ് മറന്നുപോകും. लेकिन कई बार हम भूल जाते हैं। പലരും ഇത് ചെയ്യത്തില്ല. कई बार लोग उन बातों को नहीं करते हैं। അതിനാണ് ഞാൻ 10 പേർക്കായിട്ട് പ്രാർത്ഥിക്കുന്നത്. और इसीलिए 10 लोगों के लिए मैं रोज प्रार्थना करता हूं। വിശാലമായിട്ട് പ്രാർത്ഥിക്കുന്നത്. गहराई से मैं प्रार्थना करता हूं। പിള്ളേച്ചന് 50 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഗുഡ്ഗാവില്. और पास्टर पिल्ले साहब को लगभग 50 एकड़ जमीन थी गुड़गांव में। ഒരു ദിവസം ഞാൻ ഒരു ചൈനക്കാരത്തിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുക. और एक बार एक चीन की एक महिला के साथ में जब मैं भोजन कर रहा था, അവർക്കറിയത്തില്ല ഞാൻ ആരാ. उनको नहीं मालूम मैं कौन हूं, ഞാൻ അവരാരാന്ന് എനിക്കും അറിയത്തില്ല. और मुझे भी नहीं मालूम कि वो कौन है। അവരെന്റെ കഥയൊക്കെ ചോദിച്ചു. उन्होंने मेरी जीवन कहानी को पूछा। ഞാൻ എന്റെ കഥയൊക്കെ പറഞ്ഞു. मैंने मेरा जीवन के बारे में बताया। അവർക്ക് അറിയാൻ തുടങ്ങി. वे रोने लगे। പറഞ്ഞു ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ് അമേരിക്കയിലെ. और उन्होंने कहा कि मैंने अमेरिका में बाइबल कॉलेज में पढ़ाई की है। തിരിച്ചു വന്നിട്ട് ഞാൻ ബിസിനസ് തുടങ്ങി. और वापस आकर मैंने व्यवसाय आरंभ किया। എന്റെ ബിസിനസ് അങ്ങ് വളർന്നു. और मेरा कार्य बढ़ गया। ഇന്ന് ഞാൻ പണക്കാരിയായി, പക്ഷെ ആത്മാക്കളെ ഒന്നും നേടിയില്ല. आज मैं धनाढ़ जरूर हो गई हूं, लेकिन लोगों को मैं प्रभु के पास नहीं ला पाई। അവരവരുടെ വീട് വിറ്റുമച്ച് എനിക്ക് 40 ഏക്കർ ഭൂമി മധ്യപ്രദേശ് വാങ്ങിച്ചു. और उन्होंने अपना जमीन बेचकर मध्य प्रदेश में 40 एकड़ जमीन खरीद कर मुझे दी। 40 ഏക്കർ ഭൂമി. 40 एकड़ जमीन। അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹിച്ചപ്പോൾ ഒടേ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. जब एक आशीषित व्यक्ति पर आशीष की प्रार्थना मैंने की, सर्वशक्तिमान ने मुझे आशीषित किया। അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങളും അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങണം. इसलिए आज से आप भी आशीष की प्रार्थना करना आरंभ कीजिए।
അനുഗ്രഹിക്കപ്പെട്ടവരെ ആരെ അറിയത്തില്ലെങ്കിൽ എളുപ്പം ക്യാമറ എടുത്തിട്ട് എന്റെ ഫോട്ടോ എടുത്തു വെച്ചോ, ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുക, എന്നെ അനുഗ്രഹിച്ചാണ്. यदि अभी तक आपके पास में कोई ऐसा व्यक्ति नहीं है जो आशीषित है, तो आपका कैमरा लेकर मेरी तस्वीर खींच लीजिए और प्रार्थना कर लीजिए. സംശയമുണ്ടോ എന്നെ അനുഗ്രഹിച്ചതാണെന്ന്? आपको संदेह है क्या कि मैं आशीषित हूं? നിങ്ങൾ എനിക്കൊരു എഴുത്ത് എഴുതിയാട്ടെ, आप मुझे एक चिट्ठी लिखना എന്നിട്ട് അതിനകത്ത് അഡ്രസ് ഇത്ര എഴുതിയാ മതി. और उसका पता केवल इतना लिखना, ബ്രദർ വർഗീസ്, ന്യൂഡൽഹി. എഴുത്ത് എനിക്ക് കിട്ടും. भाई वर्गीस नई दिल्ली. आप इतना लिख के डाल देना, वो चिट्ठी मेरे पास आ जाएगी. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്ക്, നേരാന്നോ? आप ट्राई करके देखना सच है या नहीं. ഡൽഹിയിൽ എത്ര വർഗീസ് ഉണ്ടെന്ന് അറിയാം? दिल्ली में कितने वर्गीस है क्या आपको मालूम है? എന്റെ ഇനിഷ്യൽ എഴുതണ്ട, मेरा इनिशियल नहीं डालना, അഡ്രസ് മുഴുവൻ വേണ്ട, പിൻകോഡ് പോലും വേണ്ട. पूरा पता भी नहीं चाहिए, पिन कोड भी नहीं चाहिए. ദൈവം അനുഗ്രഹിച്ചത്. प्रभु ने आशीष किया है. അങ്ങനെ അനുഗ്രഹിച്ചോന്നറിയാം? आपको मालूम है कैसे आशीषित किया? ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിച്ചപ്പോൾ, അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹിച്ചപ്പോൾ ഒടേ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. जब मैंने अन्य आशीषित प्रभु के दासों के ऊपर आशीष की प्रार्थना की, सर्वशक्तिमान ने मुझे आशीषित किया. നമുക്ക് എല്ലാവർക്കും ഇച്ചിരി അസൂയയുടെ ആത്മാവുണ്ട്. हम सबके अंदर ईर्ष्या की आत्मा है. ചിലർക്ക് ഇച്ചിരിയുണ്ട്, ചിലർക്ക് ഇച്ചിരിയുണ്ട്, ചിലർക്ക് ഇച്ചിരിയുണ്ട്, ചിലർക്ക് ഒത്തിരി ഉണ്ട്. कुछ लोगों में थोड़ा है, कुछ लोगों में उससे ज्यादा है, कुछ लोगों में बहुत है. ഇന്ന് നമ്മളെല്ലാം ഒരു കുഴി കുഴിച്ചും വെച്ച് അതിനെയെല്ലാം അങ്ങ് കുഴിച്ചിടണം. പാസ്റ്റർമാരല്ലയോ അധികം അങ്ങ് കുഴിച്ചിട്ടേക്കണം. आज हमें एक गड्ढा खोदना है और हमारे अंदर जो ईर्ष्या या जो डाह की बातें पड़ी है, उन सबको उस गड्ढे में डाल देना है. അതിനുശേഷം ഇന്ന് തൊട്ട് മറ്റുള്ളവന്റെ നന്മയിൽ സന്തോഷിക്കാൻ തുടങ്ങും. और आज से एक निर्णय लेना है, अन्य लोगों के आशीषों में, उनकी भलाइयों में हमें आनंदित रहना है. ഞാൻ ഈ 10 ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നടക്കാൻ പോകും. और मैं इन 10 प्रभु के दासों के लिए प्रार्थना करने के बाद मैं चलने जाता हूं. എന്റെ ഭാര്യ എനിക്ക് 1.5 കപ്പ് ചായ ഉണ്ടാക്കി തരും. और मेरी पत्नी मुझे 1.5 कप चाय देती है. ഇപ്പോഴത്തെ ഭാര്യ, अभी की पत्नी. അത് തന്നെയായിരുന്നു ആദ്യത്തെ ഭാര്യ കേട്ടോ. और वही पहले वाली पत्नी भी थी. 1/2 കപ്പ് ഞാൻ കുടിക്കും. आधा कप मैं पीता हूं 1 കപ്പ് കൊണ്ടുപോയിട്ട് സെക്യൂരിറ്റി ഗാർഡിന് കൊടുക്കും. और 1 कप ले जाकर सिक्योरिटी गार्ड को देता हूं. ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിനകത്ത് 64 ഫ്ലാറ്റ് ആണ്. और जिस भवन में हम रहते हैं वहां पे 60 फ्लैट है അവിടെ വെളിയിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. और बाहर एक सिक्योरिटी गार्ड है. എന്റെ അല്ല, ഈ കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ്. मेरा सिक्योरिटी गार्ड नहीं, वो पूरे इमारत का सिक्योरिटी गार्ड. അയാൾ തണുപ്പത്ത് നിൽക്കില്ല, 1 കപ്പ് ചായ കൊണ്ട് കൊടുക്കും. और वो सर्दी में ठिठुरता रहता तो उसको जाके 1 कप चाय दिया. എന്നിട്ട് ഞാൻ നടക്കാൻ പോകും. और मैं चलने जाता हूं. ഈ ഫോൺ എടുത്തിട്ട് അതിനകത്ത് മെസ്സേജ് ഒത്തിരി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. और फोन के अंदर कई संदेश मैंने सेव करके रखे. ഇയർഫോൺ വെച്ചിട്ട് ഹെഡ്ഫോൺ വെച്ച് ഞാൻ ഒരു സന്ദേശം മുഴുവൻ കേൾക്കും നടക്കാൻ പോകും. और हेडफोन लगाता हूं, संदेश सुनता हूं और मैं चलता रहता हूं. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു വന്നത് കേട്ടോ, ഒരു സന്ദേശമെങ്കിലും, നല്ലൊരു സന്ദേശമെങ്കിലും ദിവസവും കേൾക്കണം. और जो बात मैं आपको कहना चाह रहा हूं कि प्रतिदिन एक अच्छा संदेश सुनने की आदत बनाइए. ഇന്ന് ഞാൻ ഡെറിക് പ്രിൻസിന്റെ പ്രസംഗമാണ് കേട്ടത്. आज मैंने डेरिक प्रिंस का संदेश सुना. നാളെ വേറൊരാളുടെ കേൾക്കും. कल किसी और का सुनूंगा. നല്ല പ്രസംഗങ്ങൾ ഒരെണ്ണമെങ്കിലും കേൾക്കണം. अच्छे संदेशों को कम से कम एक संदेश आपको प्रतिदिन सुनना है. 1986 ഞാൻ ഡൽഹിയിലോട്ട് മാറിയത്. और 1986 में मैं दिल्ली में आया. 91 ഞാൻ ഒരു ഉപന്യാസം എഴുതുമായിരുന്നു, ഒരു ലേഖനം എഴുതുമായിരുന്നു. और 1991 में मैंने एक लेख लिखा. എന്റെ പാർട്ട് ടൈം എന്റെ മെയിൻ ശുശ്രൂഷയാണ് എഴുതുക എന്നുള്ളത്. और मेरी सेवकाई का एक प्रधान भाग है लिखना. ഞാൻ 73 പുസ്തകം എഴുതിയിട്ടുണ്ട്. मैंने लगभग 73 पुस्तकें लिखी है. ഞാൻ എന്റെ മാസികയ്ക്ക് വേണ്ടി ഒരു ഉപന്യാസം എഡിറ്റോറിയൽ എഴുതുകയായിരുന്നു. और उसके बाद में मेरी पत्रिका के लिए मैं एक संपादकीय लिख रहा था. അന്നേരമായി ഉൽപ്പത്തി 12 3 വാക്യത്തിൽ വന്നത്. और उस समय उत्पत्ति 12 के 3 पद में मैं आया. നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ദൈവം പറയുന്നു, ദൈവം അവനെ അനുഗ്രഹിക്കും. जो तुझे आशीष दे, आशीर्वाद दे, प्रभु कह रहा है कि मैं उन्हें आशीष दूंगा. അതിന്റെ രണ്ടാമത്തെ ഭാഗം, उसका दूसरा भाग, നിന്നെ ആരെങ്കിലും ശപിച്ചാൽ, അനുഗ്രഹമായി തീർന്ന നിന്നെ ആരെങ്കിലും ശപിച്ചാൽ ഞാൻ അവനെ ശപിക്കും. और तू जो आशीष का मूल है, यदि कोई तुझे कोसे उसे मैं शाप दूंगा. ആദ്യമായിട്ട് ഞാൻ കണ്ടത് അന്നാണ് അവിടെ വെച്ചു. मैंने पहली बार उस बात को वहां देखा. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനും ചിലപ്പോഴൊക്കെ ദൈവദാസന്മാരുടെ കുറ്റം പറഞ്ഞു പോയിട്ടുണ്ട്. और तब मुझे ये मालूम पड़ा कि मैंने भी कभी कभी प्रभु के दासों की आलोचना की है. അതിന്റെ അർത്ഥം ദൈവം എന്നെ ശപിക്കും.
उसका अर्थ यह है कि प्रभु मुझे श्राप देगा, ഞാൻ ശാപത്തിന് യോഗ്യനാണ്. मैं श्राप के योग्य हो गया. ചിലപ്പോ KP യോഹന്നാനെതിരായിട്ട് വല്ലതും പറഞ്ഞു കാണും, और केपी योहनान के खिलाफ शायद मैंने बोला होगा, ദിനകരനെതിരായിട്ട് വല്ലതും പറഞ്ഞു കാണും. पास्टर दिनकरन के खिलाफ मैंने कुछ बोला होगा. നിങ്ങൾ ആരും പറയത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞു കാണും. आप लोग नहीं बोलते, लेकिन मैंने बोला होगा. അതിന്റെ അർത്ഥം ദൈവത്തിന് എന്നെ ശപിക്കാൻ ഒരു അവകാശമുണ്ട്. और उसका अर्थ प्रभु के पास में मुझे श्राप देने का एक हक हो गया. ഞാൻ ഭയന്നു പോയി. मैं भयभीत हो गया. ഞാൻ ശപിക്കപ്പെടാൻ പാടില്ല. मैंने कहा नहीं, मुझे श्रापित नहीं होना है. ഇതുവരെ പറ്റിയ അബദ്ധം ഇരിക്കട്ടെ. और जो भी गड़बड़ियां या जो चूक मुझसे अभी तक हुई, अब आगे ना होने पाए. എന്റെ ഭിത്തിയിൽ ഒരു കലണ്ടർ കിടപ്പുണ്ടായിരുന്നു. मेरे दीवार में घर में कैलेंडर पड़ा हुआ था. ഞാൻ ആ കലണ്ടർ തിരിച്ചു, അതിന്റെ ഒരു വശം ബ്ലാങ്ക് ആണ്, അവിടെ തിരിച്ചിട്ടിട്ട് അവിടെ എഴുതി വെച്ചു. और वो जो कैलेंडर का जो पीछे एक भाग खाली था, उसको मोड़ के मैंने वहां पे लिखा, കർത്താവേ, ഇനി ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരാളിന്റെ കുറ്റം പറയരുത്. और वहां पे मैंने लिखा कि जो व्यक्ति यहाँ पर उपस्थित नहीं है उसकी आलोचना नहीं करना है. നിങ്ങൾ ചിലപ്പോ ആ കൊട്ടേഷൻ ചിലപ്പോ കേട്ട് കാണും, ഞാനാണ് ഉണ്ടാക്കിയത്. आपने कई घरों में, कई जगहों में लगा हुआ आपने देखा होगा, वो मैंने ही लिखा था. എനിക്ക് 5 മക്കളാണ്. मेरे 5 बच्चे हैं. ഒരു കുഞ്ഞു പോലും ഒരു ദിവസത്തേക്ക് പോലും പിഴയായി. और कोई भी बच्चा एक दिन के लिए भी गलत जीवन में नहीं गया. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ പോലാണെങ്കിലും ആരും പിഴയായി. और स्कूल कॉलेज में ठीक है, हम सबके बच्चे एक समान है, लेकिन शैतानी में गलत कामों में नहीं गए. എന്റെ മക്കളെല്ലാം വീട്ടിൽ നിന്ന് വെളിയിലാണ് കോളേജിൽ പോയി പഠിച്ചത്, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലാണ്. और मेरे बच्चे भारत में अलग अलग स्थानों में जाकर घर से बाहर रहकर उन्होंने पढ़ाई की. എന്റെ മക്കളെ 5 പേരും ഫോറിനിൽ പോയി പഠിച്ചവർ. और मेरे 5 बच्चे बाहर विदेशों में जाके पढ़े. എന്റെ മക്കളെ എല്ലാം കല്യാണം ലേറ്റ് ആയിട്ടാണ് നടന്നത്. और मेरे सारे बच्चों का विवाह देरी से हुआ. ഇളയ മോടെ കല്യാണം നടന്നു 31ാമത്തെ വയസ്സിലാണ്. और छोटी बेटी का विवाह 39वें साल में हुआ. 31 31 साल में. ഒരു കുഞ്ഞുങ്ങൾ പോലും പിഴയായി. और कोई भी बच्चे गलत जीवन में नहीं गए. ആളുകൾ എന്തൊക്കെ ചോദിക്കും, വർഗീസ സാധാരണ 5 മക്കൾ ഒരു ദൈവദാസനുണ്ടെങ്കിൽ 1-2 എണ്ണം പിഴയാവേണ്ടിയ, ബ്രദറിന്റെ പിള്ളേരാരും എന്താ പിഴയാവാഞ്ഞ്? और सामान्य तौर पे लोग कहते हैं कि आपके घर में 5 बच्चे हैं तो एक आध बच्चा तो गड़बड़ी में या गलत जीवन में जाना चाहिए, तो ऐसा क्यों नहीं हुआ? ഒന്ന് ദൈവത്തിന്റെ കൃപ, पहला प्रभु का अनुग्रह, 2 അനേകം പേരും പ്രാർത്ഥിക്കുന്നു, दूसरा कई लोग प्रार्थना कर रहे हैं उसके कारण, 3 ഞാനും എന്റെ ഭാര്യയും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ കൈ കോർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. और तीसरा मैं और मेरी पत्नी सोने से पहले हाथ पकड़कर हमारे बच्चों के लिए प्रार्थना करते हैं. കേട്ടോ सुना आपने? കേട്ടോ सुना आपने? ഉറങ്ങുന്നതിന് മുമ്പേ, കുടുംബ പ്രാർത്ഥനയല്ല, ഉറങ്ങുന്നതിന് മുമ്പേ കട്ടിലയിൽ ഇരുന്നുകൊണ്ട് ഞാനും എന്റെ ഭാര്യയും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. और पारिवारिक प्रार्थना की बात नहीं कर रहा हूं, सोने से पहले मैं और मेरी पत्नी हाथ पकड़कर हमारे बच्चों के लिए हम प्रार्थना करते हैं. സായിപ്പല്ല എന്നെ ഇത് പഠിപ്പിച്ചത്, किसी विदेशी ने मुझे नहीं सिखाया, ദൈവം പഠിപ്പിച്ചതാണ്. प्रभु ने सिखाया. എവിടെ എഴുതിയിരിക്കുന്ന കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണമെന്ന്? कहां लिखा है हाथ पकड़कर प्रार्थना करना है? മത്തായി 18:19. मत्ती 18 उसका 19. നിങ്ങളിൽ ആരെങ്കിലും 2 പേർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗസ്ഥനായ ദൈവത്തിന് മറുപടി തരും. यदि आप में से 2 लोग पृथ्वी पर एक मत होकर प्रार्थना करेंगे तो स्वर्ग में वो बात स्थापित हो जाएगी. എഗ്രി എന്നുള്ളത് ഐക്യമത്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമണി ആയി തീർന്നെന്നാണ് അതിന്റെ മൂലഭാഷ, ഗ്രീക്ക് ഭാഷയിൽ. और वहां पर लिखा है कि एक मन होकर, अर्थात आपस में एकता की भावना से, एक मन से आपको प्रार्थना करना है. ग्रीक भाषा में हार्मणी बोलता है. यूनानी भाषा में ഹാർമണി എന്ന് പറഞ്ഞാൽ 2 ഹാർമോണിയം വെച്ച് ഒരു കട്ട ഞെക്കിയാൽ എങ്ങനെയാണോ ശബ്ദം ഉണ്ടാകുന്നത്, അതുപോലെ ഭാര്യയും ഭർത്താവും കൂടെ ഒരേ മനസ്സിൽ ഹാർമണിയായിട്ട് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും. और पति पत्नी एक मन होकर, जैसे 2 हारमोनियम बजाया जाए और दोनों की आवाज एक जैसे आए, एक सुर में जब आप प्रार्थना करोगे वहां पर उत्तर मिलता है. 4ാമത്തെ കാര്യം, चौथी बात, ഞങ്ങളുടെ വീട്ടിൽ ആരുടെയും കുറ്റം പറയുന്നില്ല. हम हमारे घर में किसी की बुराई नहीं करते. IPC-കാരുടെ കുറ്റം പറയത്തില്ല, न तो IPC वाले की बुराई, KP യോഹന്നാന്റെ കുറ്റം പറയത്തില്ല, न KP योहनान की बुराई, ദിനകരന്റെ കുറ്റം പറയത്തില്ല, न दिनकरन की बुराई,
നിങ്ങളുടെ ആരുടെയും കുറ്റം പറയത്തില്ല. आप में से किसी की भी बुराई हम नहीं करते. എന്തെങ്കിലും പറഞ്ഞാൽ നല്ല കാര്യമേ പറയത്തുള്ളൂ. यदि कुछ बोले तो अच्छी बात ही बोलते हैं. ഞങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ ഒരിക്കലും മറ്റു ദൈവദാസന്മാരുടെ കുറ്റം കേട്ടിട്ടില്ല. അതിനുശേഷം 91 ശേഷം हमारे मुख से हमारे बच्चों ने कभी भी अन्य सेवकों की बुराइयों को नहीं सुना. നിങ്ങൾ ഇപ്പൊ എന്റെ വീട്ടിൽ വന്നാലും ആ ബോർഡ് അവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരാളുടെ കുറ്റം പറയരുത്. आप अभी भी अगर हमारे घर में आए तो वो बोर्ड आपको दिख जाएगा जहां पे लिखा हुआ है कि जो यहाँ अनुपस्थित है उसकी बुराई आपको नहीं करना है. നിങ്ങൾ എന്റെ ഓഫീസിൽ വരാമെങ്കിൽ അവിടെയും കാണാൻ എഴുതി വെച്ചിരിക്കുന്നത്, ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരാളുടെ കുറ്റം പറയാൻ പാടില്ല. आप मेरे ऑफिस में आओगे तो वहां भी वो बोर्ड मिल जाएगा कि जो यहाँ अनुपस्थित है उसकी बुराई आपको नहीं करना है. Praise the Lord. हालेलुया. അപ്പൊ അനുഗ്രഹം പ്രാപിക്കണം, ശപിക്കപ്പെടരുത്. तो आप आशीष के वारिस बनना है, श्राप के नहीं. കേരളത്തിലെ 3ാം തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് പെന്തിക്കോസുകാരുടെ മക്കളുടെ കുറ്റം പറയാറുണ്ട്. और केरल में तीसरी पीढ़ी के हैं ऐसा कह के पेंटिकोस्ट लोग के बच्चों को लोग दोषारोपण करते हैं മിക്കവാറും 3ാം തലമുറ പിഴയാ, कि तीसरी पीढ़ी तो प्रभु से दूर चली गई है, അനാത്മികരാണ്. वो अनात्मिक लोग हैं. അതിന്റെ കുഴപ്പം ആരുടെയാ? उसकी किसकी गड़बड़ी से ये हुआ? 3ാം തലമുറയുടെ അല്ല, तीसरी पीढ़ी की नहीं, 2ാം തലമുറയുടെ. दूसरी पीढ़ी की. അവരുടെ വീട്ടിലിരുന്ന് മറ്റു ദൈവദാസന്മാരുടെ കുറ്റം പറഞ്ഞു, അവരുടെ സ്വന്തം സഭയിലുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. और उनके घर में बैठकर अन्य सेवकों की, उनके कलीसिया के विश्वासियों की कमियां, उनकी बुराइयां करते रहते हैं. അപ്പൊ മക്കൾക്കറിയാം ഇതെല്ലാം വേലയാന്നേ. और बच्चों को मालूम पड़ जाएगा ये सब नाटक है. അപ്പോൾ നിങ്ങൾ അത് ചെയ്യരുത്. आप ऐसा कदापि न करना. ഒന്ന്, നിങ്ങളുടെ കുടുംബം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് സൂക്ഷിക്കുക. पहला आपका परिवार बहुत महत्वपूर्ण है, आप उसको व्यवस्थित सुरक्षित रखना है. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയോറിറ്റി हमारे जीवन में प्राथमिकताएं हैं. ഒന്ന് ദൈവം. पहला परमेश्वर. അതായത് പറഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് ഒരു പ്രസംഗം കേൾക്കുക, അപ്പോൾ നമ്മുടെ ആത്മീകമായിട്ട് നമുക്ക് വളർച്ച ഉണ്ടാകും. और इसीलिए मैंने कहा सुबह उठ के प्रार्थना करना है, एक अच्छा संदेश सुनना है ताकि आत्मिक रीति से आप प्रगति कर सके. എന്നിട്ട് വചനം പഠിക്കുക. और उसके बाद वचन का अध्ययन करना है. ഞാനൊരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. मैं एक बाइबल कॉलेज जाकर नहीं सीखा. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ 10 പ്രസംഗം കഷ്ടിച്ച് കേട്ട് കാണും, അത്രേ ഉള്ളൂ. और जब मैं सेवकाई के लिए निकला तब मुश्किल से शायद 10 संदेश मैंने सुने थे उसके पहले. ഞാൻ 12 മാസത്തെ വിശ്വാസിയായിരുന്നു. मैं केवल 12 महीने का एक विश्वासी था उस समय. മിക്കവാറും ഞായറാഴ്ച എനിക്ക് ചർച്ചിൽ പോകാനൊക്കത്തില്ല. എനിക്ക് ഞാൻ പട്ടാളക്കാരനായിരുന്നു, പട്ടാളത്തിൽ ഡ്യൂട്ടിയാണ്. और मैं सेना में होने के कारण रविवार को मैं आराधनालय में अक्सर नहीं जा पाता, मुझे मेरी ड्यूटी में जाना पड़ता था. അപ്പൊ എനിക്ക് വേദപുസ്തകം വലുതായിട്ട് അറിയത്തില്ല. मुझे वचन भी अधिक नहीं मालूम था. പക്ഷെ ഞാൻ സുവിശേഷ വേലയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോ लेकिन जब मैंने सेवा में प्रवेश किया എല്ലാ മാസിക മുഴുവൻ വരുത്തി, और हर प्रकार की पत्र पत्रिकाओं को मैंने लिया, ഈ ആയിട്ട് വരുത്തി, അല്ല കാശ് കൊടുത്തിട്ട് വരുത്തി. और मुफ्त में नहीं पैसा देकर मैंने मंगवाया. എനിക്കൊരു പോളിസി ഉണ്ട്, ഒന്നും ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ പാടില്ല, കാശ് കൊടുക്കണം. और मैंने जीवन में एक सिद्धांत किया कि मुफ्त में कुछ नहीं लेना है, उसकी कीमत अदा करके लेना है. എന്നിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസത്തോടെ ഇരുന്നിട്ട് ആരോടും മിണ്ടാതെ മൗനവ്രതം എടുത്തിട്ട് വേദപുസ്തകം പഠിക്കാൻ തുടങ്ങി. और सप्ताह में एक दिन उपवास लेकर किसी से बात न करते हुए केवल पूरा दिन वचन अध्ययन करने लगा. ഞാനൊരു കഠിനാധ്വാനിയാണ്. मैं मेहनती व्यक्ति हूं. രാവിലെ 6 മണിയാവുമ്പോൾ ട്രാക്ട് കൊടുക്കാൻ പോകും. सुबह 6 बजे मैं ट्रैक्ट बांटने जाता हूं. 6:30 6 മണിക്ക്. 6:30 नहीं, 6 बजे. വൈകുന്നേരം 4 മണി വരെ ട്രാക്ട് കൊടുക്കും. शाम को 4 बजे तक मैं ट्रैक्ट बांटता हूं. ഇടയ്ക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കും കഴിക്കും. और बीच में आके नाश्ता दोपहर का खाना मैं खाता हूं. പക്ഷെ വേഗത്തിൽ പോയിട്ട് പിന്നെയും ട്രാക്ട് കൊടുക്കും. लेकिन जल्दी जाके वापस ट्रैक्ट बांटने जाता हूं. 4 മണിക്ക് വന്നതിന് ശേഷം 5 വീട്ടിൽ പോയി സുവിശേഷം പറയും. और 4 बजे घर आने के बाद में कम से कम 5 घरों में जाके सुसमाचार बांटता हूं. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോകും. मैं और मेरी पत्नी जाते हैं. എന്നിട്ട് ഞങ്ങൾ സുവിശേഷം പറയും. हम जाकर सुसमाचार बांटते हैं. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ബൈബിൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കും. लेकिन सप्ताह में एक दिन वचन अध्ययन करने के लिए मैं अलग कर देता हूं. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്ന് വേദപുസ്തകം ഒരുവിധമൊക്കെ അറിയാം. और उसके कारण क्या हुआ, आज मैं वचन को सही रीति से समझ पा रहा हूं, सीख पाया. അതുകൊണ്ടാണ് 73 പുസ്തകം എഴുതിയത്. और इसीलिए 73 पुस्तकों को मैं लिख पाया. സാഹിബ്മാരുടെ പുസ്തകത്തിൽ നിന്ന് കോപ്പി അതൊക്കെ ഉണ്ട്, വിഷയമുണ്ട്, ഭാഗങ്ങളുണ്ട്, പക്ഷെ എല്ലാം മിക്കവാറും എല്ലാം ദൈവം എനിക്ക് തന്നതാണ്. और किसी और के द्वारा लिखी गई किताबों को मैंने उसमें से लेके नहीं, लेकिन प्रभु ने दिया, उन बातों को मैं लिख पाया. അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി നമ്പർ 1 ദൈവം.
आपके जीवन की प्राथमिकता पहला परमेश्वर। ഇന്നും വേദപുസ്തകം 3-4 മണിക്കൂർ വായിച്ചു. आज भी 3-4 घंटा वचन मैंने पढ़ा ഒരു പുസ്തകം എഴുതാനുള്ള പോയിന്റ് ഒക്കെ എഴുതി വെച്ചു. और एक नई पुस्तक लिखने के लिए कुछ बिंदुओं को लिख दिया വാട്സപ്പ് നാളെ പ്രസംഗിക്കാനുള്ളത് റെക്കോർഡ് ചെയ്ത് വെച്ചു. और कल जो व्हाट्सएप पे संदेश देना वो रिकॉर्ड करके रखा। ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം. परमेश्वर का वचन प्राथमिकता। രണ്ട്, നിങ്ങളുടെ കുടുംബം. दूसरा आपका परिवार। നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയും മക്കളുമാണ്. और आपका परिवार अर्थात आपकी पत्नी और आपके बच्चे। 3, ദൈവത്തിന്റെ വേല. तीसरा परमेश्वर का कार्य सेवकाई। ഒരു 40 വർഷത്തിന് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു നമ്മുടെ പ്രയോറിറ്റി. 40 साल पहले हमारी प्राथमिकता ऐसी नहीं थी। അന്നത്തെ പ്രയോറിറ്റി ഇതായിരുന്നു: ഒന്ന് ദൈവത്തിന്റെ വേല, പിന്നെ കുടുംബം. और उस समय की प्राथमिकता थी पहला परमेश्वर, दूसरा सेवकाई, तीसरा परिवार। അപ്പോഴാ നോക്കിയപ്പോഴാ പിള്ളേരൊക്കെ പിഴയായി. और तब देखा कि बच्चे बिगड़ रहे हैं। അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്: ദൈവം, കുടുംബം, ദൈവത്തിന്റെ വേല. और इसलिए पहला परमेश्वर, दूसरा आपका परिवार और तीसरा सेवकाई। ദൈവത്തിന്റെ വേല ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പ്രേയർ സപ്പോർട്ട് വേണം. और जब आप सेवकाई करते हैं प्रार्थना का समर्थन सहयोग आपको होना चाहिए। ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ എന്നോട് പ്രാർത്ഥിക്കാമെന്ന് 2 പേരെ പറഞ്ഞുള്ളൂ. और जब मैं सेवकाई में निकला केवल 2 लोगों ने मुझसे बोला था कि हम आपके लिए प्रार्थना करेंगे। എനിക്ക് കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. और केरल से मेरा कोई संपर्क नहीं था। കേരളത്തിലെ ഒരു വിശ്വാസിയെ പോലും എനിക്കറിയില്ല. केरल के किसी विश्वासी को मैं नहीं जानता था। പക്ഷെ കാശ്മീരിലെ എന്റെ പാസ്റ്ററും വേറൊരു പട്ടാളക്കാരനും പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന്. लेकिन कश्मीर में जो मेरे पासबान थे और सेना में दूसरे एक व्यक्ति थे, उन दोनों ने कहा कि हम आपके लिए प्रार्थना करेंगे। അവര് പ്രാർത്ഥിക്കുന്നു. वे प्रार्थना कर रहे हैं അവര് പ്രാർത്ഥിക്കുന്ന നല്ല ഉറപ്പായിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കും. और वे प्रतिदिन बिना विलंब किए मेरे लिए प्रार्थना करते थे। 1979 ജോൺ താന്നിക്കൽ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ എന്റെ കൺവെൻഷന് പ്രസംഗിക്കാൻ പഞ്ചാബിൽ വന്നു. और 1969 में जॉन टानिकल नाम के एक प्रभु के दास कन्वेंशन में प्रचार करने के लिए आए। അദ്ദേഹം എന്റെ വേല കണ്ടു. उन्होंने सेवा को देखा എന്റെ കൂട്ടുവേലക്കാരെ കണ്ടു. और मेरे सहयोगियों को देखा। അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. वे विश्वास नहीं कर पाए। അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, उन्होंने मुझे बुलाकर पूछा, വർഗീസ്, നിനക്കൊരു സഭ പുറകിലില്ല? भाई वर्गीस, आपके पीछे कलीसिया नहीं है? എന്റെ അക്കൗണ്ട് മുഴുവൻ അദ്ദേഹം കണ്ടായിരുന്നു. ആരൊക്കെയാ രൂപ അയച്ചെന്ന് കണ്ടായിരുന്നു. और मेरा पूरा हिसाब किताब उन्होंने देखा था कि किस किस ने मदद की है। അത് പറഞ്ഞു, എടാ ഇതിനകത്ത് ഒരു സഭയില്ല നിന്നെ സഹായിക്കാൻ, ഒരു സംഘടനയില്ല. और उन्होंने कहा ना तो कोई संस्था है तेरे पीछे, ना कोई कलीसिया तेरे मदद करने वाली। ഒരു സായിപ്പേ ഉള്ളൂ. एक अंग्रेज है, ബാക്കി എല്ലാരും ഇന്ത്യക്കാരാണ്. बाकी सब भारतीय लोग हैं എന്തുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്തവരാണ്. जो मैं जानता नहीं ऐसे लोग हैं। ചോദിച്ചു, ഇതിന്റെ രഹസ്യം എന്താണ്? उन्होंने पूछा इसका राज क्या है। അദ്ദേഹം असेंबली സോഡുകാരൻ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ അസംബ്ലി സോഡുകാർ വിചാരിച്ചിട്ട് ഇത്രയും മേലെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. और उन्होंने वो असेंबली ऑफ गॉड से में संबंधित है, उन्होंने कहा हम इतना नहीं कर पाए। മറ്റേതെങ്കിലും ഒരു പെന്തിക്കോസ് സഭ ഇന്ത്യക്കാരുടെ ഇടയിൽ ഇത്രയും മേലെ ചെയ്തായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. और अन्य कोई पेंटिकोस कलीसिया हिंदी भाषी लोगों के बीच में इतना काम किया हमें नहीं मालूम। വർഗീസ്, ഈ 7 വർഷത്തിനകത്ത് നീ എങ്ങനെ ഇത്രയും ഒപ്പിച്ചു? 7 साल के अंदर आपने इतना सब कैसे किया? ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. मैंने कहा मुझे नहीं मालूम। അദ്ദേഹം പറഞ്ഞു, ആലോചിച്ചിട്ട് എനിക്കൊന്ന് മറുപടി തന്നാ. उन्होंने कहा सोच कर मुझे बताना। ഞാൻ ആലോചിച്ചു. मैंने भी सोचा। ഞാൻ അദ്ദേഹത്തിന് മുറിയോട്ടി എന്ന് പറഞ്ഞ് എനിക്ക് മറുപടി കിട്ടി. मैंने उनके कमरे में जाके बोला कि मुझे उत्तर मिल गया। എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏകദേശം 300 പേരുണ്ട്. मेरे लिए प्रार्थना करने के लिए लगभग 300 लोग हैं। എന്റെ പേരറിയാം, എന്റെ ഭാര്യയുടെ പേരറിയാം, എന്റെ മക്കളുടെ പേര് 1 2 3 4 5 6 എല്ലാവരുടെയും പേരറിയാം. और जिन्हें मेरा नाम मालूम है, मेरी पत्नी का नाम मालूम है, मेरे बच्चों का नाम क्रमबद्ध मालूम है। നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വലിയ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ കൃപയാണ്. आपके लिए नाम लेकर प्रार्थना करने को वाला एक समूह को आप निर्मित कर देते तो बड़ा अनुग्रह है। ഈ കൊറോണ വന്നതിന് ശേഷം നമുക്കൊരു ഗുണമുണ്ടായി. ये कोरोना आने के बाद में एक लाभ हुआ। നമ്മുടെ ബൗണ്ടറീസ് ഒക്കെ, നമ്മുടെ ഈ വേലിക്കെട്ടുകളൊക്കെ താഴ്ന്നിട്ട് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. और हमने जो बाड़बंदी बना रखी थी प्रभु ने वो ध्वस्त कर दिया और हम आपस में एक दूसरे के लिए प्रार्थना करने लग गए। ഞാൻ ഇതിനകത്ത് ഏകദേശം 165 പേര് കാണുകയാണ്. और 165 लोग आज इस सभा में जुड़े हुए हैं। നിങ്ങൾ ഓരോരുത്തരും വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. आप एक दूसरे के लिए प्रार्थना कर सकते हैं।
നമ്മൾ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യണം. हमें प्रार्थना में एक दूसरे को समर्थन करना है. അവരുടെ പ്രാർത്ഥനാ വിഷയം നമ്മുടെ പ്രാർത്ഥനാ വിഷയമാണ്, എൻ്റെ മൂത്ത മോന്റെ പ്രാർത്ഥനാ വിഷയമാണ്, എൻ്റെ ചേട്ടന്റെ പ്രാർത്ഥനാ വിഷയമാണെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കണം. और आपके भाई का प्रार्थना विषय आपका विषय है, आपके बेटे का विषय है, ऐसा समझकर आपको प्रार्थना करना है. അടുത്തത് എല്ലാവരും നല്ലതുപോലെ വേല ചെയ്യണം. और अगला, सभी को अच्छी रीति से सेवा करना है. വിശ്വാസത്തോടെ വേല ചെയ്യണം. विश्वास के साथ में सेवा करना है. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴേ എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായി. और जब मैंने उद्धार पाया तब से थोड़ा विश्वास मेरे अंदर है. ആ ദിവസം പറയുന്നു, രക്ഷിക്കപ്പെടുന്ന സമയത്ത് എല്ലാവർക്കും ഒരളവിൽ വിശ്വാസം കിട്ടും. और वचन में हम पाते हैं कि जब हम उद्धार पाते हैं हमारे अंदर विश्वास का एक परिमाण दिया जाता है. സകലർക്കും കിട്ടും. कुछ को मिलता है, സകലർക്കും थोड़ा मिलता है, सबको मिलता है. ചിലർക്ക് കുറച്ച്, ചിലർക്ക് കൂടുതൽ, ചിലർക്ക് കൂടുതൽ. അത് ദൈവത്തിന്റെ ഇഷ്ടം, തരുന്നവന്റെ ഇഷ്ടമാണ്. और प्रभु वो विश्वास का परिमाण सभी को देता है, कुछ को थोड़ा कम, कुछ को थोड़ा ज्यादा. इस प्रकार से वो देने वाले की मनसा है. പക്ഷെ അതിനെ വളർത്തിയെടുക്കാനുള്ള ചുമതല നമ്മുടെയാണ്. लेकिन उसे बढ़ाने की जिम्मेदारी और जवाबदारी मेरी और आपकी है. വിശ്വാസത്തെ പറ്റി പഠിക്കുമ്പോൾ വിശ്വാസത്തിന് അളവുണ്ട്. और विश्वास के बारे में जो हम सीखते हैं तो विश्वास का एक माप है. വിശ്വാസം ഇല്ല, विश्वास, अविश्वास है नहीं, विश्वास है नहीं. विश्वास है ही नहीं. യേശു പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വാസം ഇല്ലാതെയായി പോയി. और यीशु कहता है कि क्यों तुमने विश्वास तुम्हें नहीं है. രണ്ട്, അല്പവിശ്വാസം. दूसरा, अल्प विश्वासी. പിന്നെ പറയുകയാണ് വിശ്വാസം വരുന്നു. और दूसरा, इसके बाद कहता है कि विश्वास आ रहा है. അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാം. और उसका अर्थ है कि हम विश्वास का माप बढ़ा सकते हैं. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. और जब मैंने उद्धार पाया तभी मेरे अंदर थोड़ा विश्वास था. ഞാൻ ഈ വിശ്വാസം വളർത്തിയെടുത്തു. मैंने उस विश्वास के स्तर को बढ़ाया. എങ്ങനെയാ വിശ്വാസം വളർത്തിയെടുക്കുന്നത്? कैसे विश्वास के स्तर को बढ़ाते हैं? വിശ്വാസം കേൾവിയാൽ വരും. विश्वास सुनने से, അതുകൊണ്ട് കേൾക്കണം. इसलिए सुनना है. വേദപുസ്തകം വായിക്കുമ്പോഴും ഉറക്കെ വായിക്കണം, കേൾക്കണം. കേൾവിയാൽ വരുന്നു. और जब वचन आप पढ़ते हैं तब आपको जोर से पढ़ना है ताकि आप उसे सुन सके. ഒത്തിരി ജോർസേ കേൾക്കണ്ട, വായിക്കണ്ട. നിങ്ങൾ കേൾക്കത്തെ കൊണ്ടും വായിക്കണം. और आप खुद सुन सको उतना जोर से आपको पढ़ना है. വേറെ ഒരു ടേപ്പ് വെച്ചും കേൾക്കണം. और आप टेप लगाकर आपको सुनना है. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. और जब परमेश्वर का वचन आप सुनते आपका विश्वास बढ़ जाएगा. ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഭൂമിയോ കെട്ടിടോ എൻ്റെ കയ്യിലില്ല. और अगर आज मेरी मृत्यु हो जाए तो मेरे बच्चों को देने के लिए जमीन जायदाद मेरे पास नहीं. എൻ്റെ കയ്യിൽ ഒരു വണ്ടിയില്ല, मेरे पास एक गाड़ी नहीं, ഒരു സൈക്കിൾ പോലും ഇല്ല. एक साइकिल भी मेरी नहीं है. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഡ്രസ്സും കുറച്ച് ബാങ്കിൽ രൂപ കിടപ്പുണ്ട്, അതുവേ കിട്ടത്തുള്ളൂ. और अगर मेरी मृत्यु हो जाए तो मेरे वस्त्र है और बैंक में थोड़ा बहुत धन है वो मिलेगा. പക്ഷെ എൻ്റെ മക്കൾക്ക് ഞാൻ വലിയ ഒരു സമ്പാദ്യം കൊടുത്തിട്ടുണ്ട്. लेकिन मेरे बच्चों को मैंने एक बहुत बड़ी विरासत सौंपी है. പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുന്ന ഒരു ദൈവമാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. कि प्रार्थना का उत्तर देने वाला एक परमेश्वर हमारे लिए स्वर्ग में है, वो विरासत मैंने सौंपी है. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കണം. നിങ്ങളുടെ സഭയിലുള്ള വിശ്വാസികൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് ഈ വിശ്വാസം കൈമാറും. और इसीलिए हमें इस विश्वास के स्तर को बढ़ाना है. हमारे बच्चों को और अन्य लोगों को इस विश्वास को हमें हस्तांतरित करना है. എൻ്റെ കഥകള് മലയാളികൾക്കൊക്കെ അറിയാവുന്നതാണ്. और मेरी कई कहानियां, जीवन के अनुभव केरल के लोगों को मालूम है, മിക്കവാറും എല്ലാം അറിയാം. अधिकांश मालूम है. ഞാൻ കട്രായിൽ ചെന്നത് വെറും കൈയോടാണ് ചെന്നത്. और जब मैं कटरा में पहुंचा मैं खाली हाथ पहुंचा था. എൻ്റെ കയ്യിൽ 42 രൂപയുണ്ടായിരുന്നു. मेरे पास केवल 42 रुपए थे. 40 രൂപയ്ക്ക് ഒരു മുറി എടുത്തു. മുറി 40 വാടകയ്ക്ക് എടുത്തു. 40 रुपए में एक कमरा किराए पे लिया. ഒരു മാസത്തേക്ക് 40 രൂപ. एक महीना 40 रुपया किराया. 2 രൂപയ്ക്ക് 1 ലിറ്റർ പാല് വാങ്ങിച്ചു. 2 रुपये में 1 लीटर दूध लिया. എൻ്റെ പൈസ ഇല്ലായിരുന്നു. मेरे पास धन खत्म हो गया. ഞാൻ സിമന്റ് തറയിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. और सीमेंट फर्श में मैं मुंह के बल गिरकर मैंने प्रार्थना किया. പറഞ്ഞു, ദൈവമേ നീ രൂപ തന്നാൽ ആഹാരം കഴിക്കും, ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് കാശ്മീരിൽ മരിക്കും, കേരളത്തിലോട്ട് മടക്കി പോകുന്നില്ല. और मैंने कहा प्रभु अगर तू धन देगा तो मैं खाना खाऊंगा, नहीं तो भूखा रहकर यहीं मर जाऊंगा, लेकिन मैं केरल वापस नहीं जाऊंगा. നിങ്ങൾക്ക് കാണാം, ഞാൻ ചത്തിട്ടില്ല, ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. आपको मालूम है मैं मरा नहीं हूं, अभी भी बिल्कुल हष्ट पुष्ट में यहाँ हूं. ഓരോ ദിവസവും വിശ്വാസത്തോടെ ആഹാരം കഴിച്ചു. एक एक दिन विश्वास से भोजन करता हूं. നിങ്ങൾക്കും വിശ്വാസത്തോടെ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. आप भी विश्वास से कई बातों को हासिल कर सकते हैं. പരീക്ഷണം നടത്തിയാൽ മതി. आप परखना है बस.
ഒരു ദിവസം ഒരു വർഷം കൊണ്ട് 100 പേരെ സ്നാനപ്പെടുത്തി. एक साल में लगभग मैंने 100 लोगों को बपतिस्मा दिया। കാരണം ഞാൻ വിചാരിച്ചു എടാ പെന്തിക്കോസ്ത് ദിവസം 3000 പേരെ സ്നാനപ്പെടുത്തിയെങ്കിൽ ഞാനും വിചാരിച്ച കുറച്ച് പേരെ സ്നാനപ്പെടുത്താനൊക്കെ പറ്റില്ല. और मैंने सोचा कि पेंतिकोस्त के दिन अगर 3000 लोगों को बपतिस्मा एक साथ दे दिया था तो मैं भी तो कुछ लोगों को देना है। 6ാമത്തെ മാസത്തിൽ 18 പേരെ സ്നാനപ്പെടുത്തി. और 6ठे महीने 18 लोगों को बपतिस्मा दिया। അന്നേരവും ബൈബിൾ യോവിന് അറിയത്തില്ല. और तब भी बाइबल अच्छी तरह से नहीं मालूम है। പക്ഷെ നിങ്ങൾ വിചാരിക്കാം 18 എന്ന് പറയുന്ന ഒരു വലിയ നമ്പർ അല്ല. आपको लगता होगा 18 तो बड़ी संख्या नहीं है। ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിൽ അന്ന് വരെ ആരും 18 പേരെ സ്നാനപ്പെടുത്തി. और जम्मू कश्मीर के इतिहास में उसके पहले किसी ने 18 लोगों को एक साथ बपतिस्मा नहीं दिया था। ഞാൻ എന്നെ ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുകയല്ല, വിശ്വാസത്തിന്റെ ശക്തി പറയുക. मैं अपने आप को बढ़ा चढ़ाकर प्रस्तुत करना नहीं चाहता, लेकिन आपको विश्वास की सामर्थ्य क्या है वो समझाना चाह रहा हूं। അങ്ങനെ ഒരു വർഷത്തിനകത്ത് 100 പേരായി. और एक साल में लगभग 100 लोग हुए। നേരെ എവിടെ കൂടി വരുന്നേ? अब ये सब कहां इकट्ठा होंगे? 100 പേരെ ഏത് വീട്ടിൽ ഒന്നിച്ചിരുത്തി ആരാധന നടത്താനൊക്കെ? 100 लोगों को कौन से घर में बैठ के आराधना कराएंगे? എനിക്ക് 365 ദിവസവും മീറ്റിംഗ് ഉണ്ട്. ഒരൊറ്റ ദിവസം പോലും ബ്ലാങ്കിൽ എല്ലാ ദിവസവും മീറ്റിംഗ്. और 365 दिन हर दिन सभाएं हैं। ഒരേ കൂട്ടമാണ്, അതാ രസം, ഒറ്റ കൂട്ടം. और एक ही समूह है, उन्हीं के बीच में मैं सेवा कर रहा हूं। അല്ലെ ഒരു ദിവസം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിച്ചു കളയാം. मैंने कहा आओ प्रार्थना कर लेते हैं, കുറച്ച് പുരേടത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. जमीन के लिए प्रार्थना करते हैं। അപ്പൊ ഞങ്ങളുടെ ഒരു തോമസ് എന്ന് പറഞ്ഞൊരു 14 വയസ്സുകാരൻ ചെറുക്കനുണ്ട്. ഞാൻ പറഞ്ഞു തോമസെ പ്രാർത്ഥിക്കുന്നു. और हमारे बीच में 14 साल का एक जवान था थॉमस। मैंने कहा भाई थॉमस आप प्रार्थना करो। ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ക്രിസ്ത്യാനിയും ഇല്ല അവിടെ. और जब मैं वहां पहुंचा कोई मसीह नहीं था वहां। പക്ഷെ അവരെല്ലാം പുതിയ ക്രിസ്ത്യാനികളാണ്. और वे सब नए प्रभु में आए हुए लोग थे। പുതിയ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടി ഒരു രസമാണ്. और नए मसीहियों की प्रार्थना के अंदर एक दम होता है। പഴയ ക്രിസ്ത്യാനികളൊക്കെ പ്രാർത്ഥിക്കുന്നത് വലിയ ചടങ്ങായിട്ടാണ്. और जो सालों से जिनके पास में अनुभव है वो तो एक तरीके से प्रार्थना करते, एक विधि के साथ में करते। ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് അടുത്ത് വരികയാണ്, ഇങ്ങനെയൊക്കെ അങ്ങനെ അവർ പ്രാർത്ഥിക്കും. और कई शब्दावली का इस्तेमाल करके सर्वशक्तिमान परमेश्वर हम आपके करीब आते हैं ऐसे आवाज बदल के प्रार्थना करते। തോമസിന്റെ ഒക്കെ പറഞ്ഞു തോമസെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. और मैंने कहा भाई थॉमस आप प्रार्थना करो। തോമസ് ഒരു പ്രാർത്ഥന. उन्होंने एक प्रार्थना कर दी, ഹേ ഖുദാ ദൈവമേ പറയുന്നേ കേൾക്കണം. प्रभु जो मैं कह रहा हूं आप सुन लो, ഞങ്ങൾക്ക് ഇച്ചിരി ഭൂമി വേണം. हमें कुछ जमीन चाहिए। ഇന്നലെ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപീഠവുമാണ്. और कल हमारे पासवान ने सिखाया कि स्वर्ग तेरा सिंहासन और पृथ्वी तेरे पैरों की चौकी है। അങ്ങനെയാണെങ്കിൽ കാൽ ഇച്ചിരി മാറ്റി വെച്ചുമ്പോ ഇച്ചിരി ഭൂമി തരാമോ? यदि ऐसा है तो आपका पैर थोड़ा सा हटा करके वो जगह आप हमें दे दीजिए। എനിക്കറിഞ്ഞൂടാ അങ്ങനെ പ്രാർത്ഥിക്കാൻ. मुझे नहीं मालूम ऐसे प्रार्थना करना। ഞാൻ യാക്കോവക്കാരനാണ്, എനിക്കറിഞ്ഞൂടാ അങ്ങനെ പ്രാർത്ഥിക്കാൻ. मुझे नहीं मालूम ऐसे प्रार्थना करना। പക്ഷെ പുതിയ ക്രിസ്ത്യാനി അങ്ങനെ പ്രാർത്ഥിച്ചു. लेकिन वो नया विश्वासी उसने प्रार्थना कर लिया। എനിക്കറിയാമായിരുന്നു ദൈവം പ്രാർത്ഥന കേൾക്കും. मुझे मालूम पड़ गया था कि प्रभु उसकी प्रार्थना को जरूर सुनेगा। അടുത്ത ദിവസം ഞാൻ പാല് വാങ്ങിക്കാൻ പോയി. अगले दिन मैं दूध लेने गया। ആ പാലുകാരൻ എന്നോട് ഭയങ്കര ദേഷ്യമാണ്. और वो दूध लेने वाला मुझसे बड़ा गुस्से में था। അയാള് ബ്രാഹ്മണനാണ്. वो ब्राह्मण व्यक्ति था। കാരണം ഞാൻ തോട്ടികളുടെ ഉപദേശിയാണ്. क्योंकि मैं हरिजन लोगों के बीच में मैं सेवकाई करता था, उनका पादरी था। और പിന്നെ ഹിന്ദുക്കളെയൊക്കെ ഞാൻ ക്രിസ്ത്യാനിയാക്കുക. और कई हिंदू लोग भी सेवा में प्रभु को पहचानते थे। അതുകൊണ്ട് ഇയാൾക്ക് എന്നോട് വലിയ ദേഷ്യം. और इसलिए ये मुझसे गुस्सा करता था। അയാളെ എനിക്ക് മിക്കവാറും പാല് തരാതിരിക്കാൻ നോക്കും. और कई बार वो प्रयास करता है कि वो मुझे दूध न देवे। അന്ന് ചെന്നപ്പോ അയാൾ എന്റെ ചിരിച്ചു കാണിച്ചു. लेकिन उस दिन उसने बड़ा हंस के दिखाया। എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു നീ കുറച്ച് പുരേടം അന്വേഷിക്കുന്നുണ്ടെന്ന് ഒരു ചർച്ച് പണിയാനായിട്ട്. और उस व्यक्ति ने मुझसे पूछा कि मैंने सुना है कि आप कोई जमीन ढूंढ रहे हैं चर्च बनाने के लिए। ഒരു കാലത്തും വൈഷ്ണു ദേവിയിൽ നിനക്കാരും ചർച്ച് പണിയാൻ ഭൂമി തരത്തില്ല. और वैष्णो देवी में कोई भी तुझे चर्च बनाने के लिए जमीन नहीं देगा। പക്ഷെ ഞാൻ നിനക്ക് തരിക്കാം. लेकिन मैं तेरे को दिला सकता हूँ। അയാൾ എന്നെ കൊണ്ടുപോയിട്ട് ഒരു ഭൂമി കാണിച്ചു. वे मुझे ले जाकर एक जमीन बताई। എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല ഒന്നാം തരം ഭൂമി. मुझे बहुत वो जमीन पसंद आ गई। ഞാൻ ചോദിച്ചു എത്ര രൂപ അതിന് വില? मैंने पूछा इसका दाम कितना होगा? അയാൾ പറഞ്ഞു 7000 രൂപ ആവും. लगभग 7000 रुपये। എന്റെ ആകെ 150 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. मेरे पास कुल मिला के 150 रुपया है। ഞാൻ എന്ത് കൊടുക്കും? अब मैं क्या करूं? ഞാൻ പ്രാർത്ഥിച്ചു. मैंने प्रार्थना किया। അയാളൊക്കെ പറഞ്ഞു വാങ്ങിക്കാൻ പോവാ. मैंने कहा खरीदने जा रहा हूं। നിങ്ങൾ ബാക്കിയുള്ളൊക്കെ സമ്മതിപ്പിച്ചാണ്. और मैंने कहा आप जो है सौंपो।
എന്റെ വിശ്വാസികളെല്ലാം ഒരു മാസത്തെ മുഴുവൻ പേ ഞങ്ങൾക്ക് തന്നു. और मेरे कलीसिया के विश्वासियों ने 1 महीने का पूरा वेतन उन्होंने दे दिया. ഒരു രൂപ പോലും വെളിയിൽ നിന്ന് വന്നില്ല. 10,000 രൂപ കൊടുത്ത് 4 ഏക്കർ ഭൂമി വാങ്ങിച്ചു. और 1 रुपया भी बाहर से नहीं आया. जो 1000 वो पैसा देकर वहां पे हमने जमीन खरीदी. പക്ഷെ ഞാനൊരു കാര്യം ചെയ്തു. लेकिन मैंने एक कार्य किया. ഞാൻ അവിടെ ചെന്നൊരു കുഴി കുഴിച്ചും വെച്ച് ഒരു 50 പൈസ കുഴിച്ചിട്ടും വെച്ച് പറഞ്ഞു, കർത്താവേ ഇതിന്റെ അഡ്വാൻസ് കൊടുക്കുക, ബാക്കി നീ തരുമ്പോൾ തരുമെന്ന് പറഞ്ഞു. और मैंने वहां पे गड्ढा खोद के उसमें 50 पैसा डाल के बोला, प्रभु ये एडवांस में दे रहा हूं, बाकी तू दे देगा. 3 മാസത്തിനകത്ത് 10,000 രൂപ. 3 महीने में 10,000 रुपए. പക്ഷെ പോകുന്നതിന്റെ വാങ്ങിക്കാൻ പോകുന്നതിന്റെ അന്ന് രാത്രിയിൽ ഇരുന്ന് രൂപ എല്ലാം എണ്ണി നോക്കിയപ്പോഴാണ് 150 രൂപ കുറവുണ്ട്. और खरीदने के उस तारीख से पहले जब गिन के देखा तो 150 रुपया कम. ഞാൻ ഇന്ന് വരെ കടം വാങ്ങിച്ചിട്ടില്ല. मैंने आज तक उधार नहीं लिया. ഞാൻ എന്റെ ഭാര്യയൊക്കെ പറഞ്ഞു, എന്തോ എടുക്കും, 150 രൂപയുടെ കുറവുണ്ടല്ലോ. मैंने मेरी पत्नी को बोला कि 150 रुपया कम पड़ रहा, अब क्या करेंगे. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അതിനകത്ത് ഒരാളിന്റെ കപ്പറ 150 രൂപ പിന്നെ തരാമെന്ന് പറ. और कहा कि एक व्यक्ति को बोलना कि 150 रुपया बाद में देंगे बोलना. ഞാൻ പറഞ്ഞു ശരി. मैंने कहा ठीक है. ഞാൻ എന്റെ പൈജാമയും ജുബായും ഒക്കെ ഇട്ട് രൂപ എല്ലാം ക്യാഷാ, മുഴുവൻ ക്യാഷാണ്, ഒരു ബാഗിനകത്ത് വെച്ചോണ്ട് വെളിയിലോട്ട് ഇറങ്ങി. और मैं ड्रेस पहनकर बैग के अंदर पैसा वगैरह रख कर कैश लेके मैं निकला. അവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ ഭാര്യ അവിടെ നിന്നുകൊണ്ട് എന്നെ കണ്ടു. और वहां पर एक मंदिर के पुजारी की पत्नी ने मुझे देखा. പറഞ്ഞു, പോലെ പോലെ എവിടെ പോവാ. उन्होंने कहा जाना मत, आप कहाँ जा रहे हो. ഒരിടം വാങ്ങിക്കാനാന്ന് പറയാനൊക്കത്തില്ല, അവർ തടയും. और कहाँ जा रहा हूँ बोलूंगा तो वो मुझे रोकेंगे. ഞാൻ പറഞ്ഞു, ഒരു നല്ല കാര്യത്തിന് പോവാ. मैंने कहा मैं एक अच्छे काम के लिए जा रहा हूँ. അവർ പറഞ്ഞു, അവിടെ നിന്നാട്ടെ, ഞാൻ ഇപ്പൊ വരെ അബിയുടെ അവിടെ നിന്നാട്ടെ. उन्होंने कहा आप अभी रुकिए, मैं आ रही हूँ. അവർ എളുപ്പം ഓടി വന്നു. वो जल्दी से दौड़ के आई. 150 രൂപ എന്റെ തന്നു. 150 रुपया मेरे हाथ में दिया. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി നിന്റെ യേശു ക്രിസ്തു എന്റെ അടുക്ക വന്നു. और कहा कल रात को तुम्हारा यीशु मेरे पास आया. അവര് പറയാണ്, യേശു എന്റെ അടുക്ക പറഞ്ഞു, ആ നിൽക്കുന്നത് എന്റെ ദാസനാണ്, അയക്ക് നാളെ 150 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞുകൊണ്ട് വരികയാണ്. और तेरे यीशु ने आकर मुझसे कहा ये मेरा दास है और कल तुझे 150 रुपया तुझे देना है. ആരാ പറഞ്ഞ തന്നെന്നറിയാം? അമ്പലത്തിലെ പൂജാരിയുടെ ഭാര്യ. क्या आपको मालूम है वो स्त्री कौन थी? एक मंदिर के पुजारी की पत्नी. നിങ്ങൾ എന്റെ കൂടെ വന്നിട്ട് ഞാൻ കാണിക്കാം, അവരിപ്പോഴും ഉണ്ട് അവിടെ. आप मेरे साथ आए, मैं आपको बताऊंगा वो महिला कौन है. आज भी वो ചെല്ലുന്നവരുടെ അടുക്കലെല്ലാം അവർ ആ കഥ പറയും. और जो जो उनके पास जाते उनको वो कहानी सुनाती है. ഞാൻ 50 പൈസ കുഴിച്ചിട്ടത് എന്റെ കർത്താവ് കണ്ടു. मैंने 50 पैसा गाड़ के रखा, मेरे प्रभु ने वो देखा. നിന്റെ വിശ്വാസത്തെ കാണുന്നവനാണ് ദൈവം. आपके विश्वास को वो देखता है. ഇത് കേൾക്കുന്ന ചിലർ വിചാരിക്കും, അന്ന് ഞാനും 50 പൈസ കുഴിച്ചിടാൻ പോവാ. और ये सुनने वाले आप भी सोचोगे आज मैं भी जाकर 50 पैसा गाड़ता हूं. ഞാൻ ഉള്ളത് പറയാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. मैं खुल के बोलूं कुछ नहीं होगा. എന്താ കാര്യം? कारण क्या है? ഞാൻ വിശ്വാസത്തോടെ പ്രവർത്തിച്ചു, നീ എന്റെ പ്രവൃത്തിയുടെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുക. मैंने विश्वास से कार्य किया, अब जो मैंने किया आप उसकी नकल कर रहे हो, इसलिए नहीं होगा. ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് അത്ഭുതം കിട്ടത്തില്ല. नकल करने से कोई और कर रहा करके आप भी जाके करने से आपके जीवन में चमत्कार नहीं होगा. ഞാൻ ഈ പറഞ്ഞതുപോലെ നീ വിശ്വാസം ഉണ്ടാക്കി എടുത്തുമ്പോൾ ചെയ്യാമെങ്കിൽ ദൈവം ചെയ്യും. और जैसे मैं आपको सिखा रहा हूं वैसे आप आपके जीवन में विश्वास का निर्माण करके आप कदम उठाएंगे, वहां पे प्रभु आपके लिए कार्य करेगा. അവിടെ മാത്രമല്ല, केवल वहां ही नहीं, ഞാൻ പോയിടത്തെല്ലാം ഇതുപോലെ ഭൂമി വിശ്വാസത്താ വാങ്ങിച്ചു. जहां जहां मैं गया वहां पर विश्वास से मैंने चीजों को लिया. പത്താംകോട്ട് വന്നു, पठानकोट आया, 4 ഏക്കർ ഭൂമിയാണ് 4 एकड़ जमीन वहां ली. ഇതുപോലെ വാങ്ങിച്ചാ. वो भी ऐसे ही लिया. പൈസ കുഴിച്ചിട്ടൊന്നുമില്ല. वहां पे कोई धन गाड़ा नहीं. പക്ഷെ ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് പ്രാർത്ഥിച്ചു. एक मुट्ठी मिट्टी हाथ में लेके मैंने प्रार्थना किया, നീ എനിക്കിത് തരണം. प्रभु आप मुझे ये देना. അവിടെ ഞാനൊരു കൺവെൻഷൻ ഗ്രൗണ്ട് ഉണ്ടാക്കും. और वहां पर एक कन्वेंशन ग्राउंड था. ഞാൻ ലില്ലിയോട് പറഞ്ഞു, എന്റെ ഭാര്യയോട് പറഞ്ഞു, मैंने मेरी पत्नी से कहा ഇവിടെ നമ്മൾ കൺവെൻഷൻ ഗ്രൗണ്ട് ഉണ്ടാക്കും. कि यहाँ पर हम कन्वेंशन ग्राउंड बनाएंगे, അവിടെ നമ്മൾ ചർച്ച് പണിയും. वहां पर हम चर्च बनाएंगे, അവിടെ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് താമസിക്കാൻ കെട്ടിടം പണിയും. और वहां पर हमारे साथियों के रहने का स्थान बनाएंगे. അവിടെ നമ്മൾ ബൈബിൾ സ്കൂൾ പണിയും. यहाँ पे हम बाइबल स्कूल बनाएंगे, അവിടെ നമുക്ക് വീട് പണിയും. और वहां पर हम घर बनाएंगे. കാണാതെ ഞാൻ കണ്ടു, പിന്നെ അത് നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം കർത്താവ്. और बिना देखे मैंने विश्वास से देखा और उसके कारण परमेश्वर ने उन बातों को देखने का अवसर मेरे जीवन में दिया. വിശ്വാസത്തിനകത്ത് കാണണം. विश्वास में हमें देखना है, വലിയ കെട്ടിടം പണിയുന്നത് കാണണം. बड़े भवनों का निर्माण होते हुए देखना है, 1000 പേരെ സ്നാനപ്പെടുത്തുന്നത് കാണണം.
हजारों लोगों को बपतिस्मा लेते हुए देखना है। ഒരു കലേഷ്യ ഒരു സഭ പല പുത്രി സഭകൾ ഉണ്ടാകുന്നത് കാണണം. और एक कलीसियाओं में से कई कलीसियाओं को उत्पन्न होते हुए देखना है। ഞാൻ ഒരു സഭ പണിത് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു, मैंने एक कलीसिया बनाने के बाद देखा, 100 പേരുടെ സഭയായി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു, 100 लोगों की कलीसिया बनने के बाद देखा കാശ്മീരിലെ ആ പർവ്വതത്തിന്റെ അവിടെ ആളുകളുണ്ട്, അവിടെ ഒരു സഭയാവണം. कि कश्मीर में उस पहाड़ के पास में लोग हैं, वहां भी एक कलीसिया बनना है। ഞാൻ പോയി, मैं वहां गया, 3 വർഷത്തിനകത്ത് 12 സഭയുണ്ടായി. 3 साल में 12 मंडलियां बनी। എന്റെ പൈസ ഇല്ല, मेरे पास धन नहीं है, ഞാൻ പുസ്തകം വിറ്റ് ജീവിക്കുക. मैं पुस्तक बेच के जीवन कर रहा हूं। എന്റെ നിങ്ങൾ പോയിട്ടാണ് എന്റെ ഈ പാലുകാരന്റെ കണ്ട് ചോദിച്ചാൽ മതി, എന്റെ രാവിലെ തൊട്ട് നിന്നോട്ട് പുസ്തകം വിറ്റ് അതാണ് എന്റെ വരുമാനം. और दिन भर में जब पुस्तकें या पर्चियां बांटता हूं, उसके जब जो धन मिलता है वो मेरी आय है। ഞാൻ നിങ്ങളുടെ പറയുന്നു, നിങ്ങൾ വിശ്വാസത്താൽ കാണണം ഒരു വലിയ സഭ, മാത്രമല്ല പുത്രി കലേശകൾ ഉണ്ടാകുന്നത് കാണണം. और मैं आपसे कहना चाहूंगा, आप विश्वास में एक बड़ी कलीसिया को देखना आरंभ कीजिए। केवल उतना ही नहीं, उस कलीसिया के द्वारा अन्य कई कलीसियाओं को बनते हुए आप देखिए। 73 ഒരു കലേശിയ, 1973 में एक मंडली। ഇപ്പൊ എത്ര കലേശിയ ഉണ്ടെന്ന് അറിയാം? क्या आपको मालूम आज कितनी कलीसियाएं हैं? നിങ്ങൾ വിശ്വസിക്കത്തില്ല. आप विश्वास नहीं करोगे। 7777 സഭകളുണ്ട്. 7227 से अधिक मंडलियां। എന്താ കാര്യം? कारण क्या है? വിശ്വാസത്തിനകത്ത് കാണുകയാണ്. विश्वास में देख रहा हूं। ആളുകൾ എന്റെ ചോദിക്കും, ഇപ്പോഴെന്തുവാ കാണുന്നത്? लोग मुझसे पूछते हैं कि अभी आप क्या देख रहे हो? ചെറുപ്പമല്ലേ, ഒരു വലിയ സ്വപ്നം കാണുകയാണ്. और जवानी है ना, अभी तो एक बड़ा स्वप्न देख रहा हूं। നിങ്ങളുടെ പ്രായമാകുമ്പോൾ ചിലപ്പോൾ സ്വപ്നമൊക്കെ അങ്ങ് നിന്നെന്ന് വരും. ഇപ്പൊ ചെറുപ്പമാണ് എനിക്ക്. आपकी उम्र में जब पहुंचूंगा तो हो सकता है स्वप्न देखना बंद कर दूंगा। अभी तो जवान हूं इसलिए स्वप्न देख रहा हूं। ഇപ്പോഴത്തെ എന്റെ സ്വപ്നം अभी का मेरा स्वप्न 86 വയസ്സ് വരെ ജീവിച്ചിരിക്കണം. 86 साल तक मुझे जीवित रहना है। ആളുകൾ പറയും, അയ്യോ അല്ല, അതിൽ കൂടുതൽ ജീവിക്കണം. लोग कहते नहीं नहीं और भी आपको जीना है। അത് ദൈവം നിശ്ചയിച്ചോ. वो प्रभु करेगा। എനിക്ക് 86 വയസ്സ് വരെ मुझे 86 साल तक जीना है। ഞാൻ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സംഘടനയിൽ മാത്രം എനിക്ക് 10 ലക്ഷം വിശ്വാസികളെ കാണാൻ സാധിക്കും. और मेरे ही जीवन काल में, मेरी मृत्यु से पहले मेरी ही संस्था के अंदर 10 लाख से अधिक विश्वासियों को मुझे देखना है। ഇപ്പൊ 2 ലക്ഷമേ ഉള്ളൂ. अभी 2 लाख ही है। 8 ലക്ഷം കൂടെ വടക്കേ ഇന്ത്യയിലോ. 8 लाख और उत्तर भारत में പ്രയാസമാണ്. मुश्किल है। പ്രയാസമുള്ളതാ ഞാൻ ദൈവത്തിന്റെ ഒക്കെ ചോദിക്കുന്നത്. जो मुश्किल है वही तो मैं प्रभु से मांग रहा हूं। പ്രയാസം ഇല്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് സഹായിക്കാം. പക്ഷേ अगर कठिन नहीं है तो मुझे प्रभु से बोलने की जरूरत नहीं, मैं अपने दम पे कर सकता हूं। അസാധ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ഒക്കെ ചോദിച്ചാൽ, असंभव कुछ बातों को प्रभु से मांगिए। ഞാൻ ചോദിച്ചു, ദൈവം തന്നു, നിങ്ങൾക്ക് തരും. मैंने पूछा, प्रभु ने दिया, आपको भी वो देगा। ഞാൻ കട്ടറായി ചെല്ലുമ്പോൾ ഒരൊറ്റ വിശ്വാസിയില്ല. आज जब मैं कटरा में पहुंचा एक विश्वासी नहीं था। ഹിന്ദുക്കളുടെ പുണ്യഭൂമിയാണ്. हिंदुओं की पुण्य भूमि थी वो। ഇന്ന് എത്ര കലേശിയ ഉണ്ടെന്നറിയാം അവിടെ? आज के आपको मालूम है कितनी कलीसिया है वहां? അതൊരു കൊച്ചു പട്ടണമാ. वो एक छोटा शहर है। നമ്മുടെ നാട്ടിലെ ചെങ്ങന്നൂരിന്റെ അത്രയും പോലും ഇല്ല കേട്ടോ. और केरल में चंगनूर जैसा छोटा जगह, കൊച്ചു പട്ടണം, 7 സഭ. छोटा जगह लेकिन आज 7 सभा। അങ്ങനെ ഉണ്ടായി. कैसे हुआ? विश्वास। വിശ്വസിക്കുക, നിങ്ങളും വിശ്വസിക്കുക. आप भी विश्वास करें। നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുക. आपके लिए विश्वास कीजिए। നിങ്ങൾ ആ സമയത്ത് തന്നെ മറ്റുള്ളവരെ കൂടെ സഹായിക്കുക. आप उसी समय अन्य लोगों की मदद भी कीजिए। ഞാൻ എളുപ്പം നിർത്താം. പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ജേക്കബ് ജോണിന് സുഖമില്ല, പാസ്റ്റർ ജേക്കബ് ജോണിന് സുഖമില്ലെന്ന് കേട്ടു. और जब मैं पंजाब में था तब मुझे खबर मिली कि पास्टर जेकब जॉन की तबीयत खराब है। പാസ്റ്റർ ജേക്കബ് ജോൺ IPC കാരനാണ്. पास्टर जेकब जॉन IPC कलीसिया से है। ഞാനുമായിട്ട് യാതൊരു ബന്ധവും, मुझसे कोई संबंध नहीं। ഇച്ചിരി പിണക്കം ഉണ്ടെന്നും വേണമെങ്കിൽ പറയാം. और थोड़ा शिकवा शिकायत है ये भी कह सकते हैं। ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം സുഖമില്ലെന്ന് കേട്ടു. मैं उनसे मिलने गया जब मुझे मालूम पड़ा कि उनकी तबीयत खराब है। ചെന്നപ്പോഴാണ് അദ്ദേഹം പട്ടാളത്തിന്റെ ഒരു കമ്പിളിയും പോതച്ച് കട്ടിലയിലിരിക്കുന്നത്. और जब मैंने देखा तो वो कंबल ओढ़ कर वो खाट पे बैठे हैं। നല്ല മലേറിയ ആണ്. और मलेरिया है उनको। ഇരിക്കാൻ ഒരു കസേരയില്ല. बैठने के लिए कुर्सी नहीं है। ഞാൻ തിരിച്ച് എന്നും വെച്ച് കേരളത്തിലെ ഒരു ചാരി കസേര കൊടുത്തയച്ചു. और मैं वापस जाकर उनके लिए एक जो आराम से जो कुर्सी है जिसमें आराम से बैठ सके वो मैंने भेजी। എന്റെ പപ്പ എനിക്ക് തന്ന കസേരയാണ്. वो कुर्सी मेरे पिताजी ने मुझे दी थी। ഒരു സൈക്കിൾ റിക്ഷയിൽ വെച്ച് ഞാൻ കൊടുത്തയച്ചു. एक साइकिल रिक्शा में वो कुर्सी मैंने उनके घर भिजवाई। അദ്ദേഹം IPC കാരൻ, എന്റെ കൂട്ടുകാരനല്ല. और वे IPC संस्था के मेरे मित्र नहीं, പക്ഷെ എന്റെ സഹോദരനാണ്. लेकिन वो मेरा भाई है।
ഉള്ളപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുക. जब आपके पास में है, अन्य लोगों की मदद करने का प्रयास कीजिए. അപ്പോഴാണ് അവിടെ റിയാസി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു പാസ്റ്റർ ഉണ്ട്, സാങ്കുട്ടി, PT സാമുവൽ സാങ്കുട്ടി. और वहां पे रियासी नामक स्थान में PT सामकुटी नाम के दूसरे प्रभु के दास है. അദ്ദേഹം IPC കാരനാണ്. वे भी IPC के हैं. ഒരു ദിവസം എന്റെയൊക്കെ പറഞ്ഞു, കുമ്പനാട് ഞങ്ങളുടെ കൺവെൻഷൻ ആണ്, ഒന്ന് പോയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ വണ്ടിക്കൂലിയില്ല. और उन्होंने कहा कि केरल में कुंभनाड में हमारा कन्वेंशन है, जाने की इच्छा है लेकिन किराया नहीं है. അദ്ദേഹം കൂടെ കൂടെ എന്റെയൊക്കെ പറയും, പലപ്പോഴും കാണുമ്പോൾ എന്റെയൊക്കെ പറയും. और बार बार कई बार उन्होंने मुझे ये बोला. ഞാൻ പറഞ്ഞു, പാനൂരിക്കോ, ഞാൻ വണ്ടിക്കൂലി തരാം. मैंने कहा आप जाने की तैयारी कीजिए, किराया मैं दूंगा. ഞാൻ എവിടുന്നാ കൊടുക്കുന്നത്? मैं कहां से दूंगा? പുസ്തകം വിറ്റിട്ട് കിട്ടുന്ന പൈസ ഉണ്ട്. और पुस्तकें बेचकर, पर्चियां बांटकर जो पैसा मिलता है वो पैसा. 25 പൈസയ്ക്ക് 5 പുസ്തകം. और 25 पैसे में 5 पुस्तकें. ഒരു സെറ്റ് പുസ്തകം വെക്കുമ്പോൾ 10 പൈസ കിട്ടും. और जब एक सेट पुस्तकें बेचता हूं तो मुझे 10 पैसा मिलता है. കേരളം വരെയുള്ള വണ്ടിക്കൂലി കൊടുക്കട്ടെ, വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ടെങ്കിൽ എത്ര സെറ്റ് പുസ്തകം വിറ്റാ കിട്ടും. और केरल तक का किराया देना हो तो कितने सेट पुस्तकें मुझे बेचनी पड़ेगी. ഞാൻ അദ്ദേഹത്തിന് വണ്ടിക്കൂലി കൊടുക്കും. मैंने उनको जाने का किराया दिया. എന്റെ സഭയെ ചേർക്കാനൊന്നുമല്ല. मेरी कलीसिया में शामिल करने के लिए नहीं. ഞാൻ ഇന്ന് വരെ വേറൊരു സംഘടനയിൽ നിന്ന് ആരെയും എടുത്തിട്ടില്ല. मैं अन्य संस्थाओं से लोगों को मैं नहीं लेता हूं. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, मेरे कहने का अर्थ, നിന്റെ സഹോദരനെ സ്നേഹിക്കണം, നിന്റെ ഒരു ആവശ്യത്തിലുള്ള ഒരു സഹോദരനെ സഹായിക്കണം. आपके भाई की जो जरूरत में है आपको उसकी मदद करना है. വലിയൊരു സ്വപ്നത്തിനുടമയായിരിക്കുക. एक बड़े स्वप्न का स्वामी आपको बनना है. പൈസ കിട്ടിയിട്ടെല്ലാം ചെയ്യാനൊക്കത്തില്ല. धन इकट्ठा करने के बाद में आप सब कुछ नहीं कर पाओगे. ചെയ്തു വരുമ്പം ദൈവം ആവശ്യത്തിലുള്ള പണമൊക്കെ തരും. और जब आप विश्वास से कदम उठाओगे, जरूरत के हिसाब से परमेश्वर आपको धन देगा. ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പോവാണ്. एक कथन में कहने जा रहा हूं. ദൈവത്തിന്റെ പക്കൽ പണത്തിന് കുറവൊന്നുമില്ല. परमेश्वर के पास में धन की कमी नहीं है. വിശ്വസ്തരായിട്ടുള്ള മനുഷ്യരുടെ കുറവാണുള്ളത്. केवल विश्वास योग्य विश्वस्त लोगों की कमी है. അതുകൊണ്ടൊരു തീരുമാനം എടുക്കുക, ഞാൻ വിശ്വസ്തനായിരിക്കും. വലിയ പ്രയാസം, വിശ്വസ്തനായിരിക്കും. और इसलिए आज रात एक निर्णय लीजिए, आसान नहीं है. प्रभु मैं एक विश्वस्त व्यक्ति बनना चाहता हूं. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിനും കുറവില്ല ഉണ്ടാവത്തില്ലെന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? और क्या मेरे कहने का अर्थ ये नहीं है कि ऐसा आप चलोगे तो आपके जीवन में कोई कमी नहीं आएगी. ഒരു ഉദാഹരണം കൂടെ പറയാം. एक उदाहरण और बोलूं. ഞാൻ ഡൽഹി വന്നു കഴിഞ്ഞപ്പോൾ എന്റെ രണ്ടാമത്തെ പൈതൽ, മൂത്ത മോള് 12ാം ക്ലാസ് പാസ്സായി. और जब मैं दिल्ली में आया, मेरी दूसरी बेटी 12वीं क्लास पास हो गई थी. അവൾക്ക് കൊച്ചുനാളിൽ തൊട്ടേ ഒരു ആഗ്രഹമുള്ളൂ, ഡോക്ടർ ആവും. और उसकी बचपन से इच्छा थी कि उसे एक डॉक्टर बनना है. എന്റെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹമാണ്, ഞങ്ങളുടെ ഒരു കൊച്ചെങ്കിലും ഡോക്टर ആവണം, പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുമല്ലോ. और मेरी पत्नी भी चाह रही थी कि हमारी एक बेटी कम से कम डॉक्टर बने ताकि गरीबों की मदद कर सके. അവൾ പല മെഡിക്കൽ കോളേജിലും അപ്ലൈ ചെയ്തു. और कई मेडिकल कॉलेज में अप्लाई किया. ഒരിടത്തുനിന്ന് അഡ്മിഷൻ കിട്ടി. एक जगह से एडमिशन मिला. മഹാരാഷ്ട്രയിലെ അംബജോഗായി എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടി. और महाराष्ट्र में एक मेडिकल कॉलेज से एडमिशन मिला. അംബജോഗായി. अंबजोगाई. ഓർഡർ അവിടെ എഴുത്ത് വന്നു, ഇത്ര ദിവസത്തിനകത്ത് വന്ന് അഡ്മിഷൻ വാങ്ങിച്ചോണം. और वहां से खत आया कि इतने दिन के अंदर आपको एडमिशन लेना है. 1.25 ലക്ഷം രൂപ കൊടുക്കണം. 1.5 लाख रुपया देना है. ഒരു വർഷത്തെ ഫീസാ. 1 साल की फीस है. ഒന്നിച്ചു കൊടുക്കണം. एक साथ देना है. എന്റെ പൈസ ഇല്ല. मेरे पास धन नहीं है. 3 ദിവസമേ ഉള്ളൂ ഇനി യാത്ര ചെയ്യാൻ. 3 दिन है सफर करने के लिए. പ്രാർത്ഥിച്ചു. प्रार्थना किया. അന്നേരം ഒരാൾ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ എന്റെ തന്നെ ലീഡറാ വന്ന് വെച്ച് പറഞ്ഞു, ഇതൊരു സംഘടനയിൽ നിന്ന് എടുത്തോ, കുഴപ്പമൊന്നുമില്ല, സംഘടനയിൽ രൂപ കിടപ്പുണ്ടല്ലോ, 1.25 ലക്ഷം രൂപ എടുത്താണ്. और मेरे एक अगुए ने आकर बोला कि संस्था में पैसा है, वहां से लेकर आप 1.5 लाख रुपए दे दो, हो जाएगा. എന്റെ അടുക്ക പറഞ്ഞില്ല, എന്റെ ഭാര്യയുടെ ഒക്കെ പറഞ്ഞു. എന്റെ ഒക്കെ പറയാനുള്ള തന്റെ ഇടമില്ല. मेरे से नहीं बोला, बोलने की हिम्मत भी नहीं. मेरी पत्नी को जाके बोला. എന്റെ ഭാര്യ പറഞ്ഞു, ഇന്ന് വരെ സംഘടനയിൽ നിന്ന് രൂപ എടുത്തിട്ട്. मेरी पत्नी ने बोला आज तक संस्था का पैसा हमने व्यक्तिगत चीजों में नहीं लाना है. എടുക്കത്തില്ല. मैंने कहा मैं नहीं लूंगा. അയാൾ കാര്യമൊക്കെ പറഞ്ഞു, നിങ്ങളല്ലയോ സംഘടന ഉണ്ടാക്കിയേ. और उसने कहा आप ही ने तो संस्था को बनाया है. എടുക്കത്തില്ല. मैंने कहा मैं नहीं लूंगा. വേറൊരാൾ വന്ന് പറഞ്ഞു. दूसरे एक व्यक्ति ने आके कहा. ആരാണ്? A.T. ജോസ്. A.T. जोस नामक व्यक्ति. അമ്മാമ്മ ഈ സുവർണാവസരം പാഴാക്കരുത്. ये बहुत अच्छा सुअवसर है, आप इसको खोना मत. ഓരോരുത്തർ 10-25 ലക്ഷം രൂപയും കൊണ്ട് ക്യൂ നിൽക്കുവാണ്. ഇതാണ് ഒരു 1.25 ലക്ഷം രൂപ ഫീസ് കൊടുത്താൽ മതി, വേണമെങ്കിൽ ഞാൻ രൂപ കടമായിട്ട് തരാം, മോള് ഡോക്ടറായി കഴിയുമ്പോൾ തിരികെ തന്നാൽ മതി.
और लोग 10 लाख 25 लाख रुपए एडमिशन के लिए देते हैं, तब का जाके एडमिशन होता है, लेकिन आपको तो केवल फीस में एडमिशन हो रहा है। मैं आपको थोड़ा उधार दे देता हूं, जब आपकी बच्ची डॉक्टर बन जाता है वापस दे देना। ലിലി പറഞ്ഞു ഞങ്ങളുടെ കൊച്ച് ബോധം കെട്ട് വീഴുന്ന കണ്ടിട്ടും പാല് കടം വാങ്ങിക്കത്തില്ല. और मेरी पत्नी ने कहा कि हमारी बच्चे भूख से बेहोश हो गए थे, लेकिन हमने वहां पे उधार नहीं लिया, हम उधार नहीं लेंगे। ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഈ 3 ദിവസത്തിനകത്ത് 1.5 ലക്ഷം രൂപ കിട്ടും. यदि प्रभु की योजना में है तो अगले 3 दिन के अंदर ये 1.5 लाख रुपया प्रभु देगा। നിങ്ങൾക്കറിയാം എന്താ പറ്റിയെന്ന്? क्या आपको मालूम है क्या हुआ? ഒന്നും സംഭവിച്ചില്ല. कुछ नहीं हुआ, അഡ്മിഷൻ കിട്ടി. एडमिशन नहीं मिला। പിന്നെ അവള് BSc പാസ്സായി, फिर उसने BSc पढ़ाई किया, MSc പാസ്സായി. MSc पास किया। അപ്പൊ അവിടെ പേരെന്തുവാന്നറിയാം? क्या आपको मालूम है अभी उसका नाम क्या है? ഡോക്ടർ ആനി വർഗീസ് PhD. डॉक्टर एनी वर्गीस PhD। മെഡിക്കൽ ഡോക്ടർ ആയില്ല, പക്ഷെ ഇന്ന് അവൾ അമേരിക്കൻ ഗവൺമെന്റിന്റെ സർട്ടിഫൈഡ് സൈക്കോളജിസ്റ്റ് ഡോക്ടറാണ്. और वो एक मेडिकल डॉक्टर नहीं बनी, लेकिन अमेरिकन गवर्नमेंट की सर्टिफाइड वो एक साइकोलॉजिस्ट बन गई। വിശ്വാസത്തിനകത്ത് ജീവിക്കുമ്പോൾ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടില്ലെന്ന് വരാം. और विश्वास के जीवन यात्रा के अंदर हो सकता है आपके कुछ स्वप्न हकीकत में तब्दील न हो। ഞാൻ ഇച്ചിരി ഇംഗ്ലീഷ് പറയട്ടെ. मैं उसको अंग्रेजी में बोलूं? There are many battles in a war. You may lose 1 or 2 small battles, but finally you win the war. आपके जीवन रूपी उस संघर्ष में, उस युद्ध में कई आपकी जीवन यात्रा में कई युद्ध आपको पास में होंगे। हो सकता है 1-2 युद्ध आप हार जाओ, लेकिन आखिरकार विजय आपको मिलेगी। छोटा छोटा युद्ध जो है, battles जो है, हो सकता है वो हार जाए, लेकिन आखिर में विजय आपका है. You may lose the small battles, but at the end you will receive the final victory. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ചിലത് സാക്ഷാത്കരിക്കപ്പെടാതെ പോയാൽ അതിനെപ്പറ്റി ഓർത്ത് കണ്ണുനീരൊഴുക്കണ്ട. ആർക്കും കടക്കാരനല്ലാത്ത ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത്. हो सकता है आपके जीवन में कुछ स्वप्न शायद पूरे नहीं हो, लेकिन आपको दुखी नहीं होना है। किसी का कर्जदार न रहने वाला परमेश्वर आपके जीवन में आपको आगे बढ़ाएगा, आपके लिए कार्यों को करेगा। എന്റെ ദൈവം അയക്കുക മാത്രമല്ല, അവൻ കൂടെ വരുന്നവൻ. मेरा परमेश्वर न केवल मुझे भेजता है, लेकिन वह मेरे संग मेरे साथ आने वाला है। ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. मैं जहां जहां गया वहां पर मेरा प्रभु मेरे साथ आया। 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. मैं 10वीं ही पढ़ा हूं। എന്റെ കുടുംബത്തിൽ ഒരു പാസ്റ്ററോ ഉപദേശിയോ ഒന്നും ഇല്ലായിരുന്നു. എന്റെ കൈക്ക് എനിക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തരാൻ ആരും ഇല്ലായിരുന്നു. मेरे घर में पहले से कोई सेवा में नहीं था, मेरे लिए एक मंच तैयार करके मेरा हाथ बढ़ाकर मुझे प्रोत्साहित करने के लिए। എനിക്ക് വിദേശത്ത് ഒരുത്തരും ഇല്ലായിരുന്നു ഫോറിനെ കൊണ്ടുപോകാനായിട്ട്. और विदेश में कोई नहीं था मुझे बाहर ले जाने के लिए। പക്ഷേ എന്റെ വിചാരം 37 വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട്. और लगभग 37 राज्यों में जाने के लिए प्रभु ने मुझे अवसर दिया। ഇപ്പോഴാ മലയാളം സഭകളിലൊക്കെ വിദേശത്ത് പോയി പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. അതിനു മുമ്പെല്ലാം സായിപ്പ്മാരുടെ സഭയിലാണ്. और ये तो अभी मैं केरल वालों के बीच में जाकर विदेशों में प्रचार करता, बाकी पहले वहीं के स्थानीय लोगों के बीच में जाकर संदेश देता था। 10ാം ക്ലാസ് പഠിച്ചവൻ ഇംഗ്ലീഷ് അറിയാം. 10वीं क्लास पास व्यक्ति अंग्रेजी कैसे सीखा? എന്റെ ദൈവം അയക്കുക മാത്രമല്ല, കൂടെ വരുന്നവനാണ്. കൂടെ വരിക മാത്രമല്ല, അവൻ എക്വിപ്പ് ചെയ്യുന്നവനാണ്. और न केवल मेरा परमेश्वर मुझे भेजता है, न केवल वह मेरे संग आता है, लेकिन वह मुझे सुसज्जित करता है। അതുകൊണ്ടാണ് ഞാൻ വിദേശത്ത് പോയിട്ട് സായിപ്പ്മാരുടെ സഭയിൽ, ജോൺ ഓസ്റ്റിന്റെ സഭയിൽ വലിയ വലിയ സഭകളിൽ പ്രസംഗിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. और इसीलिए मैं विदेश में गया, जॉन ऑस्टिन जैसे नामी सेवकों की कलीसियाओं में जाकर मैं प्रचार कर सका। പാസ്റ്റർ സെമിനാറിനകത്ത് പ്രസംഗിക്കാൻ ഭാഗ്യം കിട്ടിയത്. पास्टर सेमिनार में जाके मैं वचन सिखा सका। കെന്നത്ത് ഹാഗിന്റെ കൂടെ നിന്ന് പ്രസംഗിക്കാൻ ഭാഗ്യം കിട്ടിയത്. केनेथ हैगिन के साथ में प्रचार में करने का अवसर प्रभु ने दिया। എന്റെ കുടുംബത്തിന്റെ മഹിമ കൊണ്ടൊന്നുമല്ല, मेरे पारिवारिक पृष्ठभूमि के कारण नहीं, എന്റെ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുമല്ല, मेरे ऑर्डिनेशन सर्टिफिकेट के कारण भी नहीं। എന്റെ ദൈവം കൂടെ നിന്നല്ല. मेरा परमेश्वर मेरे संग रहने के कारण। ഈ ദൈവം നിന്റെ ദൈവം. यही परमेश्वर आपका परमेश्वर। എന്നെ സഹായിച്ച ദൈവം നിന്നെ സഹായിക്കും. जिस प्रभु ने मेरी मदद की वही परमेश्वर आपकी भी मदद करेगा। എന്റെ 5 മക്കളാണ്. मेरे 5 बच्चे हैं 5 മക്കൾ, 3 പേർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. और 3 लोगों के पास में डॉक्टरेट है। ഒരുത്തനേ ഉള്ളൂ ചില പഠിത്തം കുറവ്.
और एक के पास में पढ़ाई थोड़ी कम है, അവന് 2 ഡിഗ്രിയേ ഉള്ളൂ. उसके पास में 2 डिग्री है, അവൻ 53 രാജ്യത്ത് പോയി പ്രസംഗിച്ചിട്ടുണ്ട്. लेकिन वो 53 देशों में जाकर उसने प्रचार किया. ഈ ദൈവം നിങ്ങളുടെ ദൈവം. यही परमेश्वर आपका परमेश्वर, ഈ ദൈവം നിങ്ങളുടെ കൂടെ നടക്കും. यह परमेश्वर आपके संग चलेगा. അവൻ നിങ്ങളെ അയക്കുക മാത്രമല്ല, അവൻ നിങ്ങളുടെ കൂടെ വരും. वह न केवल आपको भेजेगा लेकिन आपके संग वो आएगा. കൂടെ വരിക മാത്രമല്ല, അവൻ നിന്നെ എക്വിപ്പ് ചെയ്യും. न केवल वो आपके संग आएगा लेकिन आपको वो तैयार करेगा, आपको सुसज्जित करेगा. ചിലർ എന്തൊക്കെ പറയും, വർഗീസ് ബ്രദർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, ഞാൻ വിചാരിച്ചിട്ട് ഒക്കുന്നില്ലല്ലോ. और कई लोग आगे कहते हैं, भाई वर्गीस साहब अंग्रेजी में प्रचार करते, मुझसे नहीं हो पा रहा. ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു ഞാൻ ഇംഗ്ലീഷ് സഭകളിൽ പ്രസംഗിക്കണം. और वह प्रभु की योजना थी कि मैं विदेशों में अंग्रेजी कलीसियाओं में जाके प्रचार करूं. ദൈവത്തിന് നിന്നെ പറ്റി അങ്ങനെ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ഇംഗ്ലീഷ് തരും. यदि प्रभु के पास में आपके लिए भी वैसी योजना है तो परमेश्वर आपको वो अंग्रेजी भाषा प्रदान करेगा. അല്ലെങ്കിൽ നല്ല ഹിന്ദി തരും. नहीं तो अच्छी हिंदी देगा, അല്ലെങ്കിൽ നിനക്ക് നല്ല ഉറുദു തരും. नहीं तो अच्छी उर्दू आपको देगा, നല്ല പഞ്ചാബി തരും. अच्छी पंजाबी आपको देगा. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നിന്നെ എക്വിപ്പ് ചെയ്യും. यदि परमेश्वर आपके संग है तो वह आपको सुसज्जित करेगा. ഈ ദൈവം നിന്റെ ദൈവം. यह परमेश्वर आपका परमेश्वर. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. मैं आपके लिए प्रार्थना करने जा रहा हूं. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടും. और जो बातें परमेश्वर ने उससे प्रेम करने वालों के लिए तैयार की है, वह न किसी आंख ने देखी है, न किसी कानों में सुनी गई है, न किसके मन में विचारा गया है. ദൈവത്തിന് പണത്തിന്റെ കുറവില്ല, വിശ്വസ്തരായിട്ടുള്ളവരുടെ കുറവാണ്. परमेश्वर के पास में धन की कमी नहीं है, लेकिन विश्वस्त ईमानदार लोगों की कमी है. പണത്തിന് വേണ്ടി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പേര് ചെയ്തു പോകുന്ന സമയത്ത് വനത്തിനകത്തൊരു പൂ ഉണ്ടായി കഴിഞ്ഞ് വെച്ചാൽ ആ പൂ ടെലിവിഷനകത്ത് അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കത്തില്ല. തേനീച്ചകളെ വന്നാട്ടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന ഇല്ല, തേനീച്ച അവിടെ ചെല്ലും. അതുപോലെ നീ ദൈവത്തിന്റെ പേര് ചെയ്യുന്ന സമയത്തോ ദൈവത്തിന്റെ നിനക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരാൻ ദൈവദൂതന്മാർ വരും. जिस प्रकार से जंगल में एक फूल कहीं पर विज्ञापन नहीं देता कि मधुमक्खियों को कि वहां पर आने के लिए मधुमक्खियां अपने आप उस पुष्प में आ जाती है, ठीक इसी प्रकार से जब आप विश्वास योग्यता के साथ में प्रभु की सेवकाई में आप कदमों को आगे बढ़ाएंगे, आपके लिए आवश्यक धन, अन्य बातें आपका पीछा करके आपके पास में आएगी. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. मैं आपके लिए प्रार्थना करूं. ദൈവത്തോട് പറഞ്ഞാട്ടെ, प्रभु से कहिए, ദൈവമേ ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കും. प्रभु मैं आपके समक्ष विश्वास योग्य रहूंगा. ദൈവമേ ഞാൻ കഠിനാധ്വാനിയായിരിക്കും. प्रभु मैं मेहनती बनूंगा. ഞാൻ വലിയ വിശ്വാസത്തിന് ഉടമയായി തീരും. प्रभु मैं बड़े विश्वास को मैं थामूंगा. നീ എന്നെ സഹായിക്കണം. आप मेरी मदद कीजिए. എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ സഹായിക്കും. प्रभु कुछ न कुछ बड़े बातों को करने के लिए आप मेरी मदद कीजिए. സാധാരണക്കാര് സാധാരണ വേല ചെയ്യുന്നു. साधारण लोग साधारण बातों को करने दे, അസാധാരണ വേല ചെയ്യുന്നത് അസാധാരണക്കാരായിരിക്കും. और असाधारण लोग असाधारण कार्यों को करने पाए. എന്നെ ഒരു അസാധാരണ വേലയ്ക്ക് വേണ്ടി തയ്യാറാക്കണമേ. प्रभु मुझे एक ऐसे असाधारण कार्य को करने के लिए आप तैयार कीजिए. ദൈവമേ മറ്റാരും ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വേല ചെയ്യുവാൻ എന്നെ ഉപയോഗിക്കണം. प्रभु ऐसे कार्यों को जो अन्य लोगों ने नहीं किया, ऐसे कार्यों को करने के लिए. 10ാം ക്ലാസ് മാത്രം പഠിച്ച PG വർഗീസിനെ നീ ഇത്രയും ഉപയോഗിച്ചെങ്കിൽ കർത്താവെ അതുപോലെ അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണം. 10वीं क्लास तक पढ़े हुए एक PG वर्गीस को प्रभु आप इस्तेमाल में ले सकते हैं, उससे बढ़कर अन्य लोगों को आप इस्तेमाल में लीजिए. നല്ലവനായ എൻ്റെ കർത്താവെ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. पिता परमेश्वर प्रियों के लिए हम प्रार्थना करते हैं, അവരെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. आप उन्हें इस्तेमाल में लीजिए. അടുത്ത 10 വർഷത്തേക്ക് ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയെ നീ അനുഗ്രഹിച്ചാൽ प्रभु जी अगले 10 साल को केंद्र बनाकर प्रार्थना करने वाले इस समूह को आप आशीषित कीजिए. 20ന്റെ അവസാനം 21 മുതൽ 30 വരെ കർത്താവെ വലിയൊരു വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാകും. प्रभु जी 2021 से 2030 तक इन 10 सालों में एक महान कार्य इस देश में होने पाए. ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾക്ക് അത് കാണാനൊക്കത്തില്ല. हमारी बुद्धि से हम उसे नहीं देख सकते, പക്ഷെ വിശ്വാസത്തിനകത്ത് കാണുകയാണ്. लेकिन विश्वास में हम उसे देख रहे हैं. വലിയ കാര്യങ്ങൾ ചെയ്യും. बड़े बातों को हम करेंगे. ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്യും. हम करेंगे. ഞങ്ങൾ പ്രവർത്തിക്കും. हम कार्य करेंगे. പിന്മാറി പോകത്തില്ല. पीछे नहीं मुड़ेंगे. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ആ വില കൊടുക്കും ഞങ്ങൾ. चाहे कितनी भी कीमत चुकानी पड़े, हम कीमत चुका कर आगे बढ़ेंगे. പിതാവാം ദൈവമേ, पिता परमेश्वर, പുത്രനായ ദൈവമേ, पुत्र परमेश्वर, പരിശുദ്ധാത്മാവൻ ദൈവമേ, पवित्र आत्मा परमेश्वर, ഞങ്ങളെ ഉപയോഗിക്കണമേ. आप हमें इस्तेमाल में लीजिए. ഞങ്ങളുടെ സഭകളിൽ നിന്ന് ഓറൽ റോബർട്സ്, കെ. ഇ. എബ്രഹാം, ബെനിഹിൻ, കെന്നത്ത് ഹാഗിൻ,
ജോൺ ഓസ്റ്റിൻ, ജോയൽ ഓസ്റ്റിൻ, ഇതുപോലെയുള്ള ദിനകരൻ, ഇതുപോലെയുള്ള വലിയ വലിയ പ്രസംഗകര്, വലിയ വലിയ വിശ്വാസവീരന്മാര് ഞങ്ങളുടെ സഭകളിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. प्रभु जी हमारी मंडलियों में से ऑरल रॉबर्ट्स के समान, केनेथ हैगिन के समान, डीजीएस दिनकरन के समान, जॉन ऑस्टिन के समान ऐसे अभिषिक्त होकर प्रभु जी हमारे मध्य में से उस अभिषेक के साथ में आप खा लिए. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. भारत प्रभु की आवाज को सुनने पाए. കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. कश्मीर से कन्याकुमारी तक भारत में प्रभु की आवाज गूंजने पाए. അടുത്ത 10 വർഷം ഉണർവിന്റെ വർഷമായിരിക്കട്ടെ. अगले 10 साल अद्भुत जागृति के वर्ष होने पाए. പിശാചിനെ ഞങ്ങൾ ഇവിടുന്ന് തള്ളി വെളിയിൽ കളയും, ഇന്ത്യയിൽ നിന്ന് വെളിയിൽ കളയും. और शैतान को हम भारत से बाहर खदेड़ते हैं. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. यीशु के नाम में हम मिलकर घोषणा करते हैं. യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम में मांगते हैं. ആമേൻ. आमीन. ആമേൻ. താങ്ക് യു വെരി മച്ച്. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.